സോ ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ലൈഫ് സ്കില്ലുമായി ബന്ധപ്പെട്ട് ശനിയാഴ്ചകളിൽ ലൈഫ് സ്കില്ലിൻ്റെ ക്ലാസ്സുകൾ നടന്നു. കഴിഞ്ഞ ആഴ്ച ഇമോഷണൽ ഇൻ്റലിജൻസ് ആയിരുന്നു. ഈ ദിവസം നമ്മൾ ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട ലൈഫ് സ്കില്ലുകൾ, അത് വളരെ മനോഹരമായി ഓമന ടീച്ചറിൽ നമുക്ക് കേൾക്കാം. ലൈഫ് സ്കില്ല് എപ്പോഴും നമുക്ക് പ്രാധാന്യമുള്ളൊരു വിഷയമാണ്. പ്രത്യേകിച്ച് പുതിയ തലമുറയ്ക്ക് ലൈഫ് സ്കില്ലുകൾ കൃത്യമായിട്ട് നമ്മളിലേക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടാകാം, പ്രത്യേകിച്ച് വ്യക്തിപരമായിട്ടും സോഷ്യലായിട്ടും ഒക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വിഷയങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു സീരീസ് ഓഫ് ടോക്സ് ആണ് ലൈഫ് സ്കില്ലിനെ ബേസ് ചെയ്ത്. സോ ഇന്ന് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ബ്രെയിൻ ജിം അല്ലെങ്കിൽ ബ്രെയിനിനെ കൂടുതൽ നമ്മൾ പറയുക ന്യൂറോ പ്ലാസ്റ്റിസിറ്റി, ബ്രെയിൻ റീവെയറിംഗ് എന്നൊക്കെ പറയുന്ന ആ ഒരു പ്രോസസ്സ് എപ്പോഴും നമുക്കറിയാം, വളരെ പോപ്പുലറാണ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ തീർച്ചയായിട്ടും ഒത്തിരി നിർദ്ദേശങ്ങൾ അമന ടീച്ചറിൽ നമുക്ക് സ്വീകരിക്കാം. സോ എന്നെ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം അമന ടീച്ചറിനെയും. അമന ടീച്ചർ, യു ആർ വെൽക്കം. താങ്ക് യു സർ. ആദ്യം ഇങ്ങനെ ഒരു അവസരം തന്നതിന് സാബു സാറിനോട് നന്ദി പറയട്ടെ. Good evening to all. It is a privilege to learn and think together with you today. Our topic is about the brain, how it learns, how it remembers, and how it continues to grow at every age. പുതിയ തലമുറയ്ക്ക് മാത്രമല്ല, നമ്മൾ സീനിയേഴ്സിനും പ്രയോജനപ്രദമാകും ഈ കാര്യങ്ങൾ. ഷെയർ ചെയ്യട്ടെ സാറേ. ചെയ്തോളൂ. സ്വാഗതം എല്ലാവർക്കും ഒരിക്കൽ കൂടി. പതിവ് പോലെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ട്, ഡിയർ ഗോഡ്, താങ്ക് യു ഫോർ ദ പാരൻസ് യു ഗേവ് ടു മീ. നമ്മുടെ ടോപ്പിക്ക് അണ്ടർസ്റ്റാൻഡിങ് അവർ ലേണിംഗ് പാറ്റേൺസ് ഫോർ ബെറ്റർ മെമ്മറി ആൻഡ് ഫോക്കസ്, inspired by Jim Quick. Let us begin with a simple truth. Our most precious gift is our brain. It is what allows us to learn, love, think, create, and even to experience joy. ഇതിൽ ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ? ഉപയോഗിക്കുന്നില്ലെന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം ഓക്കെ. സർ, ഉപയോഗിക്കുന്നില്ലെന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം ഓക്കെയാണ്. നമുക്കുള്ള ഏറ്റവും വിലയേറിയ സമ്മാനം ബ്രെയിൻ ആണെന്ന് സാറ് സമ്മതിക്കുന്നുണ്ടല്ലോ അല്ലേ? തീർച്ചയായും. ജിം ക്വിക്ക് ആരാണെന്ന് നമുക്ക് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. വേൾഡ്സ് ലീഡിംഗ് ബ്രെയിൻ കോച്ചാണ് ജിം ക്വിക്ക്. ട്രെയിൻസ് സ്റ്റുഡൻസ്, ആക്ടേഴ്സ്, CEOs, known for super learning and memory techniques. Upgrade your brain. ജിം ക്വിക്ക്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പുസ്തകമാണ് ലിമിറ്റ്ലെസ്. ആ പുസ്തകം വായിക്കുക എന്നുള്ളതൊരു പ്രിവിലേജാണ്. ഞാൻ എൻ്റെ കയ്യിലുണ്ട്. പുസ്തകം കിട്ടിയ ഉടനെ പൊതിയുന്ന സ്വഭാവം ഉള്ളത് കൊണ്ട് ഇങ്ങനെയാണുള്ളത്. ജിം ക്വിക്കിൻ്റെ ചെറുപ്പകാലത്തെ പറ്റി നമുക്കൊന്ന് നോക്കാം. ബ്രെയിൻ ഇഞ്ചുറി അറ്റ് ഏജ് 5. 5-ാമത്തെ വയസ്സിൽ കസേരയിൽ നിന്ന് ഹീറ്ററയിലോട്ട്
തലകുത്തി വീഴുകയാണ് ചെയ്തതെന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെ ബ്രെയിൻ ഡാമേജ് വന്നു. അതുകൊണ്ട് ടീച്ചേഴ്സ് വിളിക്കുന്നത് ദ ബോയ് വിത്ത് ദ ബ്രോക്കൺ ബ്രെയിൻ. ഇമാജിൻ ഹൗ പെയിൻഫുൾ ദാറ്റ് മസ്റ്റ് ഹാവ് ബീൻ ഫോർ ദാറ്റ് ബോയ്. സ്ലോ റീഡർ, പുവർ മെമ്മറി, ലോ കോൺഫിഡൻസ്. അതുകൊണ്ട് he did not study harder. He started studying how to learn. സമയം കളയാൻ വേണ്ടി, അല്ലെങ്കിൽ ക്ലാസ്സിൽ കാര്യമായിട്ട് പഠിക്കാൻ പറ്റാത്തതുകൊണ്ടും ഇങ്ങനെ എല്ലാവരും കളിയാക്കുന്നതുകൊണ്ടും കോമിക് പുസ്തകങ്ങൾ വായിച്ചാണ് സമയം കളഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ കോമിക് പുസ്തകം വായിച്ചത് കൊണ്ട് അദ്ദേഹത്തിന്, ആ കുട്ടിക്ക് അക്ഷരങ്ങൾ എഴുതാനും വായിക്കാനുമുള്ള അക്ഷരങ്ങളുടെ കാര്യത്തിൽ ബുദ്ധിമുട്ട് വന്നില്ല. അവിടെ നിന്നൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുകയാണ് ചെയ്തത്. കോളേജിലേക്ക് അഡ്മിഷൻ കഷ്ടിയായിരുന്നു. അതിനുശേഷം ഈ 5-ാമത്തെ വയസ്സിലെ ആ വലിയ ഡാമേജിന് ശേഷം 12-ാമത്തെ വയസ്സിൽ സ്റ്റെയർ കേസിൽ നിന്ന് ഒന്നുകൂടെ വീണു. അപ്പോഴും ബ്രെയിന് കുറച്ചും കൂടെ ബുദ്ധിമുട്ടുണ്ടായി. എന്നാലും ഹി ടേൺഡ് വീക്ക്നെസ് ഇൻ ടു സ്ട്രെങ്ത്. അതാണ് അതിൻ്റെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. നൗ ഹെൽപ്സ് മില്യൺസ് വേൾഡ് വൈഡ്. ഇപ്പം ലോകത്തിലെ 1-ാമത്തെ ബ്രെയിൻ കോച്ചാണ്. യുവർ ബ്രെയിൻ ഈസ് നോട്ട് ഫിക്സഡ്. ദ ബ്രെയിൻ ഈസ് ലൈക്ക് എ മസിൽ. അറ്റ് എനി ഏജ് വി ക്യാൻ ഇംപ്രൂവ് ഇറ്റ്. ഏത് ഏജിലും ബ്രെയിനിനെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് ജിം കുക്ക് നമ്മളോട് പറയുന്നു. അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്, വെറുതെ പറയുന്നതല്ല. ബ്രെയിൻ ആനിമൽ ടൈപ്സ്. ഈ ആനിമൽ ടൈപ്സ് ബ്രെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ആനിമലിനെ അത്ര കാര്യമായിട്ട് ചിന്തിക്കേണ്ട കാര്യമില്ല. അതൊരു സിമ്പിൾ പോലെ പറഞ്ഞു എന്നേ ഉള്ളൂ. 4 ആനിമൽസ് ആണ്. റാപ്പിഡ് പ്രോസസർ ചീറ്റ, വേഗത്തിൽ ചിന്തിച്ച് പഠിക്കുന്ന ബ്രെയിനാണ്. ഔൾ അനലിറ്റിക്കൽ തിങ്കറാണ്. ആലോചിച്ച് വിശകലനം ചെയ്താണ്, ശാന്തമായ പഠനമാണ്. ഡോൾഫിൻ ഡി ക്രിയേറ്റീവ് ഇൻ്റർഗ്രേറ്റർ, ചിത്രം, കഥ, വികാരം ഇവയിലൂടെ പഠനം നടത്തുന്നു. ലാസ്റ്റ് വൺ എലഫന്റ് സ്റ്റഡി മെമ്മറി ലേണർ, പതുക്കെ പഠിച്ചാലും ദീർഘകാലം ഓർക്കുന്നു. ഇത് CODE കോഡ് എന്നുള്ള രീതിയിൽ നമുക്ക് ഓർത്തു വെക്കാൻ പറ്റും. ചീറ്റ, ഔൾ, ഡോൾഫിൻ, എലഫന്റ്. കോഡ് CODE. ഈ ബ്രെയിൻ ജിം കുക്ക് explains learning patterns using 4 symbols. These are only symbols. These are not labels, just metaphors to help us understand ourselves. നമുക്ക് നമ്മുടെ ബ്രെയിനിനെ മനസ്സിലാക്കാനുള്ള ഒരു അടയാളം മാത്രമായിട്ട് കണ്ടാൽ മതി. ഇത് എജൈൽ ചീറ്റ. നമുക്ക് ചീറ്റയുടെ പ്രത്യേകത നോക്കാം. ചീറ്റ ബ്രെയിൻ ഫാസ്റ്റ്, എനർജറ്റിക്, action oriented, learns best by doing short, quick tasks. Some people learn fast. They like action, short tasks, quick engagements. They enjoy learning in short discussions rather than long lectures. Next, the wise owl. Owl brain. Some minds are deep thinkers. They need clarity, structure, and silence. These people understand deeply, though they may take time. Next, the creative dolphin brain and sensitive learners ആണ്. Some minds learn not through speed or logic, but through connection, ബന്ധങ്ങളിലൂടെ.
വികാരങ്ങളിലൂടെ. They understand ideas through images, stories, emotions and meaning. പുറത്ത് കണ്ടാൽ ശ്രദ്ധ കുറവാണെന്ന് നമുക്ക് തോന്നും, പക്ഷേ അകത്ത് ആഴത്തിൽ ചിന്തിക്കുന്നു. അനുഭവങ്ങളാണ് വാക്കുകളേക്കാൾ ഓർമ്മിക്കാറ്. നെക്സ്റ്റ്, ഡോൾഫിൻ ബ്രെയിൻ. Creative, emotional, intuitive, learns through stories, visuals. The empathetic elephant brain. Some people learn slowly but remember for a long time. They value meaning, relationships and experience. This is often called elephant brain. Wisdom grows with time. ജ്ഞാനം സമയത്തോടൊപ്പം വളരുന്നു എന്നാണ് എലഫന്റ് ബ്രെയിൻ. ഇനി ഒരു ക്വസ്റ്റ്യനെയർ ആണ്. എല്ലാവരും ഒന്ന് ഈ ക്വസ്റ്റ്യനെയറുമായിട്ട് സഹകരിക്കണം. നമ്മുടെ ബ്രെയിൻ ഏത് ടൈപ്പാണെന്ന്, നമ്മുടെ ലേണിംഗ് പാറ്റേൺ ഏത് ടൈപ്പാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 20 yes no ക്വസ്റ്റ്യൻസ് ആണ്. യെസ് അല്ലെങ്കിൽ നോ എന്ന് എഴുതിയാൽ മതി. ഒരു ചെറിയ ക്വിസാണ് ഇത്. ജിം ക്വിക്ക് പറയുന്ന കോഡ് ബ്രെയിൻ ക്വിസ് ആണ്. ചീറ്റ, ഔൾ, ഡോൾഫിൻ, എലഫന്റ്. നമുക്കിതിൻ്റെ ഇത് ഓർത്തിരിക്കാൻ വേണ്ടി CODE കോഡ് എന്ന് ഓർത്താൽ മതി. അപ്പം ഒന്നാമത്തെ CODE യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആൻസർ ആണ് ചെയ്യേണ്ടത്. ഇത് ഓർത്തിരിക്കേണ്ട കാര്യമില്ല. ഈ ആഫ്റ്റർ ദീസ് 4 slides you can understand where you are standing, in which learning pattern you are having. ചീറ്റ ബ്രെയിൻ, ഫാസ്റ്റ്, എനർജറ്റിക്. ഇനി ഒന്ന് എസ് ഓർ നോ എഴുതാൻ തുടങ്ങണം. ഇത് ചീറ്റ ബ്രെയിനിനെ പറ്റിയാണ് പറയുന്നത്. അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കാണുകയും ഞാൻ വായിക്കുകയും ചെയ്യാം. I learn best when I move or do something. ഒരു എസ് എന്നോ നോ എന്നോ എഴുതിയാൽ മതി, നമ്പർ ഇട്ടിട്ട്. I get bored with slow explanations. രണ്ടാമത്തെ എഴുതിയെന്ന് വിചാരിക്കുന്നു. തേർഡ് വൺ, I like short quick tasks. 4, I study in short bursts. 5, I make quick decisions. ഇത് മാറ്റട്ടെ, അടുത്ത എടുക്കട്ടെ സർ. മാം അത് മലയാളത്തിലും കൂടെ പറഞ്ഞിരുന്നത് നന്നായിരുന്നു. ഇത് അത്ര ബുദ്ധിമുട്ടുണ്ടോ? I learn best when move or do something. ഞാൻ നന്നായിട്ട് പഠിക്കുന്നത് എന്തെങ്കിലും ചെയ്യുകയോ അല്ലെ, എന്തെങ്കിലും ചെയ്യുകയോ അനങ്ങുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ്. നടന്നുകൊണ്ടൊക്കെ പഠിക്കുക എന്നൊക്കെ പറയുന്നത് അല്ലെ, നടന്നുകൊണ്ട് ചെയ്യും. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രവൃത്തി ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ആ പഠനത്തെ കുറിച്ചുള്ള എന്തെങ്കിലും പാട്ട് കേട്ടുകൊണ്ട് പഠിക്കുക. സെക്കൻഡ് വൺ, I get bored with slow explanation. എനിക്ക് പതുക്കെ പതുക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുമ്പോൾ എനിക്ക് ബോറടിക്കും. I like short quick tasks. പെട്ടെന്ന് തിരക്കിട്ട് ചെയ്യുന്ന ടാസ്ക്കാണ് എനിക്കിഷ്ടം. I study in short bursts. പെട്ടെന്ന് ഞാൻ പഠിക്കും. I make quick decisions. ഞാൻ പെട്ടെന്ന് തീരുമാനമെടുക്കും. അടുത്തത് ഔൾ ബ്രെയിൻ, തിങ്കർ, പ്ലാനർ. 6 നമ്പർ ഇട്ടാൽ മതി. I prefer clear instructions before I start. അല്ലേ, അതിന്റെ പ്രയോജനം കാണുന്നില്ലല്ലോ സർ. I start ബിഫോർ ഐ സ്റ്റാർട്ട്, അത് തന്നെ, അത്രേ ഉള്ളൂ. ഫോട്ടോസ് ഉള്ളതുകൊണ്ട് കാണുന്നില്ല. 7, I enjoy analyzing and thinking deeply. അത് മലയാളം പറയണോ സർ? വേണ്ടല്ലോ, കുഴപ്പമില്ല, വേണ്ട, 8, മതി. 8,
I take time before making decisions. 9. I prefer studying alone. 10. I like lists, notes, and planning. Dolphin brain, creative, emotional. 11th one, stories and images help me understand better. 12th, I am sensitive to sounds, people, emotions. 13, I enjoy art, color, imagination. 14, I daydream but get good ideas. 15th, I learn well through games and visuals. എളുപ്പമല്ലേ സർ? Elephant brain, study, disciplined. 16th, I like regular study routines. I remember details easily. I finish one task before starting another. 19th, I rarely forget what I learn. 20th, I am reliable and consistent. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏത് ടൈപ്പാണ്, ഏതിലാണ് ഈ 4 ഏതിലാണ് പെടുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഹൗ ഡസ് ഇറ്റ് ഹെൽപ്പ് യുവർ ലേണിംഗ്? അതിൽ നിന്ന് നമുക്ക് നമ്മുടെ പഠനത്തെ കുറച്ചും കൂടി ത്വരിതപ്പെടുത്താൻ പറ്റും. അതിന് എസിന്റെ നമ്പർ കൂടുതലാണെന്നാണോ? എസിന്റെ നമ്പർ കൂടുതലുള്ളതാണ് നമ്മുടെ പാറ്റേൺ. എനിക്ക് ഔൾ ബ്രെയിനാ കിട്ടിയത്. അത് നമുക്ക് അവസാനം പറഞ്ഞാലോ സർ? ഓക്കെ. ഇതില് ദർ ഈസ് നോ ഗുഡ് ഓർ ബാഡ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ നമ്മൾ മോശമെന്നോ നല്ലതെന്നോ ഇല്ല. ഓൾ പാറ്റേൺസ് ആർ യൂസ്ഫുൾ. കൂടുതൽ എസ് ഗ്രൂപ്പ്, അതാണ് നിങ്ങളുടെ ലേണിംഗ് സ്റ്റൈൽ എന്ന് വിചാരിച്ചാൽ മതി. ലേണിംഗ് സ്റ്റൈൽ, ഒൺലി സ്റ്റൈൽ. നമുക്ക് ഏത് ഉപയോഗിക്കാം ആവശ്യമനുസരിച്ച്. നമ്മൾ ഒന്നിൽ തന്നെ സ്റ്റക്ക് ചെയ്ത് നിൽക്കേണ്ട കാര്യവും ഇല്ല. ബ്രെയിൻ ഇംപ്രൂവ്മെന്റ് ഓവർവ്യൂ അല്ലേ? മുകളിൽ റിബൺ ഉള്ളതുകൊണ്ട് കാണുന്നില്ല. ഓവർവ്യൂ, ഇംപ്രൂവ്മെന്റ് ഓവർവ്യൂ. ഇംപ്രൂവ്മെന്റ് ഓവർവ്യൂ. ജിം ക്വിക്സ് ബ്രെയിൻ മെത്തേഡ്: ഡയറ്റ്, റിമൂവ് സാബോട്ടേഴ്സ്, ആക്റ്റീവ് ലേണിംഗ്, ഇൻഫർമേഷൻ, ന്യൂറോപ്ലാസ്റ്റിസിറ്റി. നമ്മുടെ ബ്രെയിൻ മെച്ചപ്പെടുത്താൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ കോട്ടൊന്ന് വായിച്ചേക്കാവോ സാറ്? You can't be upset by results and rewards you don't get from the work you don't do. നമ്മൾ ഒന്നും ചെയ്യാതെ നമുക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ നമുക്കില്ല, നമുക്ക് കുറഞ്ഞു പോയി എന്ന് റിഗ്രറ്റ് ചെയ്തിട്ട് കാര്യമില്ല. യു ഹാവ് ടു വർക്ക് ഓൺ ദാറ്റ്. നമ്മുടെ ടു ജിം ക്വിക്സ് 10 ഫേവറേറ്റ് ബ്രെയിൻ ഫുഡ്സ്, ഇത് കാണാമല്ലോ അല്ലേ? കാണാം. വായിക്കണോ? അവക്കാഡോ, ബ്ലൂബെറീസ്, ബ്രൊക്കോളി, കോക്കനട്ട് ഓയിൽ, ഡാർക്ക് ചോക്ലേറ്റ്, എഗ്സ്, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, സാൽമൺ, ടർമറിക്, വാൾനട്ട്സ്. ഇതെല്ലാം നമുക്കുള്ള സാധനങ്ങൾ തന്നെയാണ്. അതിൽ ബ്ലൂബെറീസ്
നമുക്കിവിടെ കാര്യമായിട്ടില്ല. അതിന് പകരം നമുക്ക് ഗൂസ്ബെറീസ് ഉപയോഗിക്കാം. നമ്മുടെ കാലാവസ്ഥയിൽ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനം നമുക്ക് ഉപയോഗിക്കാം. സാൽമൺ എന്ന് പറഞ്ഞ ഒരു ഫിഷാണ്. അത് നമുക്ക് ആ സാൽമൺ ഫിഷ് ഉണ്ടോ സാറേ? ഇല്ലാന്ന് തോന്നുന്നല്ലേ? ഇല്ല, നമുക്ക് മത്തിയൊക്കെ ഉപയോഗിക്കാം. അപ്പൊ അതിന് പകരം നമുക്ക് ഇവിടെ കിട്ടുന്ന നല്ല മീൻ ഉപയോഗിക്കാം. ആ സാൽമൺ ഫിഷ് ഞാൻ കഴിച്ചിട്ടുണ്ട് അവിടുന്ന്. അത് കണ്ടാൽ നമ്മുടെ മാന്തളില്ലേ, അതുപോലെ അതിന്റെ വലിയതുപോലെയുള്ളൂ കാണാൻ, പരന്നേരും മീൻ. ബ്രെയിൻ ഡയറ്റ് ജിം ക്യൂക്കിന്റെ. ഇനി റിമൂവ് ബ്രെയിൻ സാബോട്ടേഴ്സ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നേരിട്ട് ബ്രെയിനിനെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പം ബ്രെയിനിന്റെ ശത്രുക്കള്, ഭക്ഷണങ്ങളുടെ കൂട്ടത്തിലുള്ള ശത്രുക്കള്, ഞാൻ ഈ 1ാമത്തെ സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഷുഗറി ഡ്രിങ്ക്സ്, പ്രോസസ്ഡ് സ്നാക്സ്, റിഫൈൻഡ് കാർബ്സ്, ഫ്രൈഡ് ഫുഡ്സ്, പ്രോസസ്ഡ് ബേക്ഡ് ഗുഡ്സ്, പാക്കേജ്ഡ് ആൻഡ് പ്രോസസ്ഡ് ഫുഡ്സ്, എക്സസീവ് സാൾട്ടി സ്നാക്സ്. ഇത് നമുക്കറിയാം. പ്രോസസ്ഡ് ആയിട്ടുള്ള ജങ്ക് ഫുഡ് നമുക്ക് ഉള്ളിലാന്ന് നമുക്കറിയാം. പിന്നെ കുറച്ച് വേറെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. നെഗറ്റീവ് സെൽഫ് ടോക്ക്, ലാക്ക് ഓഫ് സ്ലീപ്പ്, മൾട്ടി ടാസ്കിങ്, ജങ്ക് ഫുഡ്. ഇത്രയും കാര്യങ്ങളാണ് ബ്രെയിനിന്റെ ശത്രുക്കളായിട്ട് ജിം ക്യൂക്ക് പറയുന്നത്. ആക്റ്റീവ് ലേണിംഗ്. Teach what you learn, handwritten notes, review regularly, continuous learning, be practical, maintain positive attitude, have a goal, compare with ourselves. ഇതിൽ നമുക്ക് അറിയാത്തതൊന്നുമില്ല. പഠിച്ചതിനെ നമ്മൾ പഠിപ്പിക്കുക. പഠിപ്പിക്കുമ്പോഴാണ് നമ്മുടെ ബ്രെയിൻ കൂടുതൽ വർക്ക് ചെയ്യുന്നത്, നമ്മൾ പഠിക്കുന്നതിനേക്കാൾ. പിന്നെ കൈ കൊണ്ട് എഴുതുന്നത് ഇപ്പോൾ വളരെ കുറഞ്ഞിട്ടുണ്ട്, അത് ചെയ്യാം. പിന്നെ റിവ്യൂ റെഗുലർലി, ആവർത്തിക്കുക. അത് ആക്റ്റീവ് ലേണിങ്ങിൻ്റെ ഭാഗമാണ് ഇതെല്ലാം. പിന്നെ ബാക്കിയുള്ളത് നമ്മൾ സാധാരണ പറയുന്നതാണ്. കണ്ടിന്യൂസ് ലേണിംഗ്, ബി പ്രാക്ടിക്കൽ, മെയിൻറ്റെയിൻ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, ഹാവ് എ ഗോൾ, കമ്പയർ വിത്ത് അവർസെൽസ്. നമ്മൾ വേറൊരാളുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്ത് നമ്മൾ ഇന്നലത്തെക്കാളും എത്രത്തോളം ഇന്ന് മെച്ചപ്പെട്ടു. ഒരു ദിവസം കൊണ്ട് അങ്ങനെ മെച്ചം വരില്ല. നമ്മൾ കഴിഞ്ഞ കൊല്ലത്തെക്കാളും മെച്ചപ്പെട്ടിട്ടുണ്ടോ, കഴിഞ്ഞ മാസത്തെക്കാളും മെച്ചപ്പെട്ടിട്ടുണ്ടോ, അങ്ങനെ നോക്കുക. എന്ന് പറഞ്ഞാൽ കുട്ടികളായാൽ ക്വാർട്ടർലിനെക്കാട്ടിലും ഹാഫ് ഇയർലിക്ക് മാർക്ക് വാങ്ങിയെന്ന് നോക്കുമല്ലോ. അതുപോലെ നമ്മൾ നമ്മളെ തന്നെ താരതമ്യപ്പെടുത്തുക, മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്താതിരിക്കുക. ബെറ്റർ ഇൻഫർമേഷൻ, ഉപയോഗമില്ലാത്ത സ്ക്രോളിംഗ്, പിന്നെ നല്ല വായന, അർത്ഥമുള്ള വായന വർദ്ധിപ്പിക്കുക. If you argue for your limitations, you get to keep them. നമ്മുടെ ലിമിറ്റേഷനെ പറ്റി ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കാതെ നമുക്ക് നമ്മുടെ ലിമിറ്റേഷൻസ് പരിമിതി കടന്നു പോകാൻ ശ്രമിക്കാം. 0 represents nothing, but with a twist it becomes endless. ഒരു 0 ഒന്നുമല്ല, പക്ഷെ അതിനൊരു ട്വിസ്റ്റ് കൊടുത്തപ്പോൾ അത് എൻഡ്ലെസ് ആയി. അതാണ് ജിം ക്യൂക്ക് ചെയ്തത്. ടീച്ചർമാർ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ബ്രെയിൻ പൊട്ടിയ കുട്ടി എന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. ആ ആളാണ് ഇപ്പോൾ ഈ നിലവാരത്തിലോട്ട് എത്തിയിരിക്കുന്നത്. ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ഹാബിറ്റ്സ്. നമ്മൾ ട്രൈ ന്യൂ തിങ്സ്, മിനി ചാലഞ്ചസ്, ചേഞ്ച് റൂട്ടീൻസ്. നമ്മൾ സ്ഥിരമായി ഒരേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാതെ പുതിയ കാര്യങ്ങൾ പരീക്ഷിച്ച് നോക്കുക. അങ്ങനെ മിനി ചാലഞ്ചസ് ഒക്കെ ഏറ്റെടുക്കുക. ബ്രെയിനുമായിട്ടുള്ള ബെനഫിറ്റ്സ് ഓഫ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി: ദ എബിലിറ്റി ടു ലേൺ ന്യൂ തിങ്സ്, ദ എബിലിറ്റി ടു എൻഹാൻസ് എക്സിസ്റ്റിംഗ് കോഗ്നിറ്റീവ് capabilities, recovery from strokes and traumatic brain injuries, strengthening areas where function is lost or has declined, improvements that can boost brain fitness. നമ്മളുടെ ബ്രെയിനിന് എപ്പോഴും നമ്മൾ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ഹാബിറ്റ്സ് നമുക്ക് എപ്പോഴും ഉണ്ടാവണം.
പുതിയത് പരീക്ഷിക്കുക, ചെറിയ ചാലഞ്ചസ് ഏറ്റെടുക്കുക, നമ്മുടെ റുട്ടീൻ മാറ്റുക, ബ്രെയിൻ വളരും. എക്സസൈസ് ഫോർ ബ്രെയിൻ. കുറച്ച് സീനിയേഴ്സാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നവര്. നമുക്ക് പറ്റിയ എക്സസൈസാണ് ഇത് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 10 to 20 minutes walking improves memory and focus. Mini brain challenges. 1 minute memory test. ഇതൊരു 1 minute memory test ആണ്. ഇവിടെ കുറച്ച് 10 സാധനങ്ങൾ കാണിച്ചിട്ടുണ്ട്. 1 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇത് മാറ്റിയാൽ വീണ്ടും അത് പറയാൻ പറ്റണം. അതാണ് ആ ടെസ്റ്റ്. നമുക്കിപ്പോൾ ഇവിടെ ടെസ്റ്റ് നടത്തേണ്ട കാര്യമില്ലല്ലോ. ഫോക്കസ് എക്സസൈസ്. ഇതൊക്കെ ഫോക്കസ് എക്സസൈസ് ആണ്. ഇതും ക്യാൻ യു റിമെമ്പർ ദ ഫോളോയിങ്, യു ഓൺലി ഹാവ് 1 minute. ഇത് നമുക്ക് 1 മിനിറ്റ് കൊണ്ട് കണ്ടിട്ട് ഓർത്തെടുക്കാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. ഏജ് ഈസ് ദ മൈൻഡ്സ് സ്കോർ ബോർഡ്, നോട്ട് എ ലിമിറ്റ്. ഏജ് ഒരു ലിമിറ്റ് അല്ല. കുറച്ച് പ്രായമായാൽ സാധാരണ എല്ലാവരും പറയും നമുക്ക് മറന്നുപോയി, പ്രായം ബാധിച്ചു, ഓർമ്മ കുറവാണ്, മറവി തുടങ്ങി എന്നൊക്കെ പറയും. അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. നമ്മളെപ്പോഴും നമ്മുടെ ബ്രെയിനിനെ ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. യു ആർ നോട്ട് യുവർ പാസ്റ്റ്. പാസ്റ്റിനെ പറ്റി ചിന്തിക്കണ്ട. ബ്രെയിൻ ഡാമേജ് വന്നാലും നമുക്കതിനെ ശരിയാക്കി എടുക്കാൻ പറ്റും. യു ആർ യുവർ പ്രാക്ടീസ്. നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊന്ന് വായിച്ചേക്കോ സാറ്, ആ ഫോട്ടോ ഇട്ടെടുക്കും. You are not your past. You are. അല്ല, When a child is learning to walk and falls down 50 times, they never think to themselves, maybe this isn't for me. ഒരു കുട്ടി നടക്കാൻ പഠിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് പ്രാവശ്യം വീഴും. എത്ര വീണാലും ഇതെനിക്ക് പറ്റിയ പണിയല്ല എന്ന് പറഞ്ഞ് കുട്ടി മാറി നിൽക്കുന്നില്ല. അപ്പം എന്തൊക്കെ ചലഞ്ച് ജീവിതത്തിൽ ഉണ്ടായാലും നമ്മൾ വിട്ടുകളയാൻ പാടില്ല. Don't say I can't, say how can I. Key ideas. Learning never stops. Brain grows when challenged. Small habits, big results. Your story is not your ceiling. Age is the mind scoreboard, not a limit. അപ്പം ഞാനിത് സീനിയേഴ്സിനെ ഉദ്ദേശിച്ചാണ് ഞാൻ പറഞ്ഞത്. സീനിയേഴ്സും അങ്ങനെ സീനിയറായി അല്ലെങ്കിൽ ഇനി ഓർമ്മിക്കേണ്ട കാര്യമില്ല എന്നുള്ള മട്ടിൽ ഇരിക്കേണ്ട കാര്യമില്ല. ഏജ് ഒരു പരിധിയല്ല, ബ്രെയിൻ ഉപയോഗിക്കുന്ന രീതിയാണ് പ്രധാനം. താങ്ക് യു. ഇനി ഒരു 10 ക്വസ്റ്റ്യൻ കഴിഞ്ഞ തവണത്തെ പോലെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരവരുടെ ബ്രെയിൻ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ്റെ കൂടെ ആൻസർ നമുക്കൊന്ന് ചെയ്യാം. സമയമുണ്ടോ സാറേ? സമയമുണ്ടല്ലോ അല്ലേ സാറേ? പിന്നെ കുഴപ്പമില്ല. ലെറ്റ് us reflect on our learning patterns together. 10 questions. ഇതില്ലേ പവർ പോയിന്റ് ഇല്ലേ, പോയോ? എങ്ങനെ സാർ? അത് ഞാൻ പോയിന്റ് അല്ല, ഇത് ഓറൽ ക്വസ്റ്റ്യൻസ് ആണ് സാർ. ഓക്കെ. 10 question brain animal quiz. Each question has 4 choices. Each choice represents one brain type. ഒന്നാമത്തേത് എ എഴുതുമ്പം ചീറ്റയായിരിക്കും, ബി ഔളായിരിക്കും, സി ഡോൾഫിൻ, ഡി എലഫന്റ്. ചീറ്റ ഫാസ്റ്റ് ആക്ഷൻ, ഔൾ അനലിറ്റിക്കൽ പ്ലാനർ, ഡോൾഫിൻ ക്രിയേറ്റീവ് ഇമോഷണൽ, എലഫന്റ് സ്റ്റഡി സ്ട്രക്ചേർഡ്. ഇനി ക്വസ്റ്റ്യൻ വായിക്കാൻ പോവുകയാണ്. അപ്പം നിങ്ങൾ ഇതിൽ ഏതാണ് അടയാളപ്പെടുത്തിയാൽ മതി. എ എന്നോ ബി എന്നോ സി എന്നോ ഡി എന്നോ ഇട്ടാൽ മതി. ആനിമൽസിനെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇതിലേതാണ് നിങ്ങൾക്ക് പറ്റിയ ഉത്തരം എഴുതിയാൽ മാത്രം മതി.
when you start learning something new, you usually, അതാണ് question. Answer A, jump in and try it immediately. ഒന്നുകൂടെ വായിക്കണം. ആ When you start learning something new, you usually A, jump in and try it immediately. B, read instructions or think first. C, look for examples or stories. D, follow a routine method you trust. അത് നമുക്ക് അത്ര എളുപ്പമായിട്ട് മനസ്സിൽ പിടിക്കാൻ പറ്റുന്നില്ല. ഒന്നുകൂടെ വായിക്കാം സാർ. ഇല്ല, അത് പവർ പോയിന്റ് കാണിക്കുവാണെങ്കിൽ വെച്ചാൽ നന്നായിരിക്കും. ഞാൻ പിന്നെ ഒരു 20 ക്വസ്റ്റ്യൻ പവർ പോയിന്റിലാക്കിയപ്പം ഇത് കുറെ അധികമായി പോകുന്നതുകൊണ്ട് പവർ പോയിന്റ് എണ്ണം മറ്റേ നമുക്ക് 4 ക്വസ്റ്റ്യൻസ് മനസ്സിൽ ഇമാജിൻ ചെയ്തിട്ട് അതിന് ആൻസർ കൊടുക്കുക. 4 ഓരോ ക്വസ്റ്റ്യനും ഓരോ ആൻസർ ആണ്. എനിക്ക് ഒന്നാമത്തെ സി തോന്നി സർ. അങ്ങനെ എഴുതിയാൽ മതി, ഒരെണ്ണം എഴുതിയാൽ മതി. ഞാൻ ഒന്നുകൂടെ വായിക്കാം, ശരിയാവും സാർ. അത് ഇങ്ങനെ പറ്റും. അത് when you start learning something new, you usually A, jump in and try it immediately. B, read instructions or think first. C, look for examples or stories. D, follow a routine method you trust. ഇതിൽ ഒന്ന് എഴുതിയാൽ മതി. ഒന്ന് എയോ ശരിയായില്ല സർ. Second one, in class you learn best when A, it is fast and active. B, the teacher explains slowly and clearly. C, there are visuals, humor or stories. D, the lesson is organized and steady. എളുപ്പമല്ലേ? Yes. Okay. B, മൂന്നാമത്തെ, your biggest strength is A, speed, B, thinking, C, creativity, D, memory. എളുപ്പമല്ലേ? Okay. When doing homework, third one അല്ലേ? Your biggest strength is A, speed, B, thinking, C, creativity, D, memory. Fourth one, when doing homework, you prefer a short burst with breaks. B, long deep focus. C, music, doodling, colorful notes. D, a fixed time and place every day. അഞ്ച് പറയട്ടെ. Okay. When a problem comes, A, act quickly. B, analyze and plan. C, think outside the box. D, stay calm and follow steps. Sixth one, your study table usually looks A, energetic, scattered. B, neat, systematic. C, colorful, artsy. D, simple and organized. ഏഴാമത്തെ, in a group activity, you are the one who A, pushes everyone to start.
keeps track of steps. B ആണ്. Keeps track of steps. C. Brings creative ideas. D. Makes sure work is completed. ഒന്നുകൂടെ വായിക്കാം ആദ്യം മുതൽ. Seventh. ആ In a group activity, you are the one who A. pushes everyone to start, B. keeps track of steps, C. brings creative ideas, D. makes sure work is completed. Eighth one. If you had to prepare for an exam, A. quick revision sessions, B. detailed notes, C. mind maps, diagrams, D. repeated practice. ഒമ്പതാമത്തെ. People describe you as A. energetic, B. wise, thoughtful, C. imaginative, D. reliable. മാഡം എയ്ത്ത് ഒന്നുകൂടെ പറയുമോ? പറയാം സർ. If you had to prepare for an exam, A. quick revision sessions, B. detailed notes, C. mind maps അല്ലെങ്കിൽ diagrams, D. repeated practice. ഓക്കെ, ഒമ്പതാമത്തെ പറയണോ? വേണ്ട. 10. When learning something difficult, A. I keep trying fast until it works. B. I break it into small steps. C. I find a creative approach. D. I repeat until I master it. 10 പോരെ? യെസ്. സ്കോർ ചെയ്യേണ്ടത് കൗണ്ട് ഹൗ മെനി A, B, C, D you choose. ഹയസ്റ്റ് ലെറ്റർ ആണ് നിങ്ങളുടെ ബ്രെയിൻ ടൈപ്പ്. Thank you all. സോ താങ്ക് യു മാം. താങ്ക് യു. വളരെ മനോഹരമായി നമ്മുടെ ബ്രെയിനിനെ ഒന്ന് ക്യാപ്ചർ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. 4 ക്രീച്ചേഴ്സിൻ്റെ പേരിൽ, അല്ലേ, 3 ജീവികളുടെ പേരിൽ കൃത്യമായിട്ട് നമ്മൾ എങ്ങനെയാണെന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് ആ ടെസ്റ്റിലൂടെ അത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. നമുക്ക് തീർച്ചയായിട്ടും അനലൈസ് ചെയ്യാം. മാം ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്ത ജിം ക്വിക്ക് എന്ന് പറയുന്ന ആ വ്യക്തി പഠനത്തെയും ഓർമ്മശക്തിയെയും മെച്ചപ്പെടുത്തുന്നതിൽ വളരെ വൈദഗ്ധ്യം നേടിയ ഒരു വ്യക്തിയാണ്. അതോടൊപ്പം തലച്ചോറിനെ റീവയറിങ്ങിലൂടെ അല്ലെങ്കിൽ ന്യൂറോപ്ലാസ്റ്റിസിറ്റിയിലൂടെ പഠനശേഷി വർദ്ധിപ്പിക്കാൻ ചുറ്റുപാട് അല്ലെങ്കിൽ അനേകരെ സഹായിക്കുന്ന ഒരു കോച്ച് കൂടിയാണ്. ഹാർവാർഡ്, കാൾടെക് തുടങ്ങിയ സർവകലാശാലകളിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി, അതുപോലെ തന്നെ ഒത്തിരി ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനിലെല്ലാം ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ അവിടുത്തെ ജീവനക്കാർക്ക് വേണ്ടിയൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ വളരെ പ്രസിദ്ധനായ ഒരു വ്യക്തിയാണ്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ബുക്കുകളെക്കുറിച്ചും ഞാൻ പറഞ്ഞിരുന്നു. ആ ബുക്കുകളെല്ലാം തീർച്ചയായിട്ടും വളരെ പ്രയോജനകരമായി നമ്മുടെ ബ്രെയിനിനെ വളരെ ക്രിയേറ്റീവായിട്ട് ഉപയോഗിക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ്. അദ്ദേഹത്തെക്കുറിച്ച് എൻ്റെ തുടക്കകാലവും കൂടി പറഞ്ഞു. ബ്രെയിൻ
ബ്രേക്കായ അല്ലെ ബ്രെയിൻ ബ്രേക്ക് ചെയ്ത ഒരു കുട്ടി അല്ലെങ്കിൽ കുട്ടി ബ്രെയിൻ തകർന്ന ഒരു കുഞ്ഞ്. പക്ഷെ അത് വളരെ മനോഹരമായ ഒരു പഠനത്തിനുള്ള ഒരു സാധ്യത നമുക്ക് തുറന്നു തരികയാണ്. സോ എല്ലാവരും ആ ബുക്കും അദ്ദേഹത്തെ ഒന്ന് മനസ്സിലാക്കാൻ ഒരു വലിയ അവസരമാണ്. താങ്ക് യു അമന മാം, വളരെ സന്തോഷം. തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ഇതിലേക്ക് പോകാം അല്ലെ. നിങ്ങളുടെ ടെസ്റ്റ് ആദ്യത്തെ ഒരു 20 ക്വസ്റ്റ്യനും ഉണ്ടായിരുന്നു, അതിനുശേഷം ഒരു 10 ക്വസ്റ്റ്യനും ഉണ്ടായിരുന്നു. 2 ക്വസ്റ്റ്യനെ ക്രൈറ്റീരിയ ഒന്ന് തന്നെയാണ്, നമ്മൾ ഏത് തരം കാറ്റഗറിയിലാണ് എന്നുള്ളതാണ്. ഒരു ക്വിക്കായിട്ട് മൂവ് ചെയ്യുന്ന, സ്പീഡിൽ മൂവ് ചെയ്യുന്ന ചീറ്റയാണോ, അതോ ഇൻസൈറ്റുള്ള ഒരു ഔളാണോ, അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ടുള്ള ഡോൾഫിനാണോ, അതല്ലെങ്കിൽ എംപത്തറ്റിക് ആയിട്ടുള്ള എലിഫൻ്റ് ആണോ എന്നുള്ള ഒരു ക്രൈറ്റീരിയയാണ് നമുക്ക് നൽകിയത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കമൻസ് പറയുന്നതിൻ്റെ കൂടെ നിങ്ങളുടെ ഏതാണ് നിങ്ങൾക്ക് കിട്ടിയ ഭാഗ്യം എന്നും കൂടെ ഒന്ന് പറയുന്നത് എപ്പോഴും നന്നായിരിക്കും. യെസ്, ആരാണ് ആദ്യം തുടങ്ങുന്നത്? റോയ് സാർ റെഡിയാണല്ലോ? മാഡം, ഞാൻ ആദ്യം പറഞ്ഞതിൽ എനിക്ക് 2 കാറ്റഗറി കിട്ടി, ഓയും ഡിയും കിട്ടി. യെസ് കിട്ടി. ചിലപ്പോ മിക്സ് ആകും സാർ. മിക്സ് ആവും അല്ലേ? ആ, അതുകൊണ്ട് കുഴപ്പമില്ല. കുഴപ്പമില്ല. ഓക്കെ. ദെൻ മറ്റേ ക്വിക്ക് ക്വസ്റ്റ്യൻസിനുണ്ടല്ലോ, രണ്ടാമത് ചോദിച്ചതിന് അതിനകത്ത് ഏറ്റവും കൂടുതൽ ഡി ആ കിട്ടിയത്. ബി 3. എലഫന്റ് എലിഫന്റ് ആണല്ലേ? ഡി. അതാണ് എംപത്തറ്റിക് എലിഫന്റ് എന്ന് പറയുന്നത് അല്ലേ? എംപത്തറ്റിക് എലഫന്റ് ഡി അല്ലേ? ഓക്കെ. ആ, പിന്നെ അതിനാണ് ഞാൻ 2 ടൈപ്പിൽ ചോദിച്ചത്. ഏതിലെങ്കിലും ഒന്നില് നമുക്കൊന്ന് ഉറപ്പ് വരുമല്ലോ. ഓക്കെ. ശരിക്കും മാം ABCD എന്നുള്ളത് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു. മൃഗത്തിന്റെ പേര് പറഞ്ഞ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. അല്ല, അത് ഞാൻ പറഞ്ഞായിരുന്നു, ABCD എഴുതിയാ മതി എന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ എ ചീറ്റ, ബി അല്ലെ? അത് ആ കോഡ് ഓർത്താൽ മതി സാർ. COD. അല്ല, അങ്ങനെയല്ല, നമുക്കൊരു പ്രീ ജഡ്ജ്മെന്റ് ഇവിടെ വരും. ഒരു ഓട്ടോമാറ്റിക് ഒരു പ്രീ ജഡ്ജ്മെന്റ് അത് ആ മൃഗത്തിനെ പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പത്തിന്. മനസ്സിലായി, ക്ലിയർ. അത്രേ ഉള്ളൂ. സാറിന്റെ ഏതാണ് പാറ്റേൺ? എലിഫന്റ് ആണോ? എലിഫന്റ് ആണെന്നാണ് മാഡം പറഞ്ഞത്. ഓക്കെ. അവസാനം പറഞ്ഞല്ലോ എലിഫന്റ് ആണ് അല്ലേ? എലിഫന്റ്. ആദ്യം പറഞ്ഞതിൽ സാറിന് കൂടുതൽ കിട്ടിയത് ചിലപ്പം ഓളും കിട്ടി, ഡോൾഫിനും കിട്ടി. കൂടുതൽ കിട്ടിയത്. അത് പിന്നെ ഒന്നും കൂടെ സാർ ഒന്ന് നോക്കിയാൽ മതി, ആ റെക്കോർഡ്സ് എടുത്തിട്ട്. അപ്പൊ ശരിയാവും. അമർജ്യോതി മാം ഉണ്ടോ? അമർജ്യോതി മാം നോക്കിയോ? ഉദയനാഥ് സാർ നോക്കിയോ? അനിൽകുമാർ സാർ നോക്കിയിരുന്നല്ലോ. ആ, അമർജ്യോതി മാം പറഞ്ഞു. സാർ പറഞ്ഞോളൂ. ഉദയനാഥ് സാർ പറയും. ഞാൻ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് പറഞ്ഞിട്ട് പറയാം പോലെ. ഓക്കെ. നമ്മുടെ തലയിൽ ഇങ്ങനെ ഒരു തലച്ചോറുണ്ടെന്നും അവൻ നമ്മളെ കൺട്രോൾ ചെയ്തുകൊണ്ട് പോകുന്നുണ്ടെന്നും ഒക്കെ നമ്മളെ ഓർപ്പിച്ചുകൊണ്ട് നമ്മൾ ഓർക്കേണ്ട ചില കാര്യങ്ങൾ വിട്ടുപോകുന്നുണ്ട്. അവനെ ഒന്ന് തട്ടി ശരിയാക്കണം, അത് സാധിക്കും, അതിന് എക്സ്ക്യൂസസ് വേണ്ട എന്നാണ് ഓമന ടീച്ചർ പറഞ്ഞത് എന്ന് ഞാൻ മനസ്സിലാക്കിയത്. നമ്മുടെ മെമ്മറിയെ പോളിഷ് ചെയ്ത് കറക്റ്റ് ലൈനിങ് കൊടുത്ത് കറക്റ്റ് പെയിന്റിങ് കൊടുത്ത് നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഓർക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. അതിന് ഏജ് ഒരു ഹിൻഡറൻസ് അല്ല എന്ന് പറഞ്ഞതായിട്ടാണ് വീണ്ടും എനിക്ക് തോന്നിയത്. നല്ലൊരു തോട്ട്, ആ പുസ്തകവുമായി ബന്ധപ്പെട്ട് നല്ലൊരു തോട്ട് തന്നെയാണ്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, എൻ്റെ മെമ്മറി അങ്ങോട്ട് താഴോട്ട് പോകുന്നുണ്ട്, ശരിയാണെന്ന് അനുഭവപ്പെടുന്നുണ്ട്, പക്ഷെ ഞാൻ റിപ്പീറ്റഡ് ആക്ഷനിലൂടെ ആ മെമ്മറിയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. നഷ്ടപ്പെടുന്നുണ്ട്, എനിക്കത് അനുഭവങ്ങളാണ്. പക്ഷെ ചില പേരുകൾ, ചില സംഭവങ്ങൾ, ചില വർഷങ്ങൾ ഇവയൊക്കെ വിട്ടുപോകുമ്പോൾ പിന്നീട് ഞാനത് എഴുതി കറക്റ്റ് ചെയ്ത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചുമ്മാ നടന്നു പോകുമ്പോൾ ഇത് ഏത് വർഷമാണ്, വീണ്ടും ചിലപ്പോൾ അപ്പോഴും വിട്ടുപോകും. പക്ഷെ വീണ്ടും നമ്മളത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ മെമ്മറി ഫ്രഷ് ലൈനിലേക്ക് തന്നെ വരും. പിന്നെ ആദ്യത്തെ ക്വസ്റ്റ്യനെയറിൽ ഉത്തരങ്ങളൊന്നും എൻ്റെ ഇതിലില്ല, കാരണം അത് അങ്ങ് കേട്ടു,
കാര്യം അത്ര പിടികിട്ടിയില്ല. പക്ഷെ സെക്കൻഡ് 10 ഡി ആണ് എനിക്ക് കൂടുതലുള്ളത്. ആ എലഫന്റ് സർ. യെസ്, ഞാൻ മൃഗങ്ങളെ നോക്കിയില്ല. പക്ഷെ കാറ്ററിംഗ്, ദാറ്റ് എംപതറ്റിക് പോളിസി, എംപതറ്റിക് അപ്രോച്ച് ആണ് എൻ്റെ മുമ്പിൽ സാധാരണ കാണുന്നത്. അത് മാം പറഞ്ഞ ഡി ആണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഓക്കെ മാം. ചെറിയതല്ല, വലിയ എമ്പതറ്റിക്കാന്ന് തോന്നുന്നു. എന്ത് സാർ? അല്ല, എമ്പതറ്റിക് ഇച്ചിരി എമ്പതി ഇച്ചിരി കൂടുതലാണെന്നുണ്ടെങ്കിലും ഉള്ളൂ എന്ന് പറയുക. അൽകുമാർ സാറെ പറഞ്ഞോ. കേൾക്കുന്നില്ല അൽകുമാർ സാറെ, കേൾക്കുന്നില്ലല്ലോ, സൗണ്ട് ഇല്ല, സൗണ്ട് കേൾക്കുന്നില്ല. കുമാരൻ സാറിന്റെ സൗണ്ട് കേൾക്കുന്നില്ല. ഒന്ന് ചെക്ക് ചെയ്യൂ. അമർജ്യോതി മാം പറയൂ അപ്പോഴത്തേക്കും. സാർ, അൽകുമാർ സാർ ഒന്നും കൂടെ ഒന്ന് ഇറങ്ങി കയറി വരാമോ? ഒന്ന് പുറത്തിറങ്ങിയിട്ട് കയറി വരാമോ? ഹലോ സർ, വെരി സോറി. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് അറ്റൻഡ് ചെയ്തത്, അതുകൊണ്ട് എലിഫന്റിന്റെ ഒന്നും അറിയില്ല. എന്തായാലും എക്സാം ഞാൻ എഴുതിയിട്ടുണ്ട്, അതില് ഡി ആണ് എനിക്ക് കിട്ടിയത്. ഏതാണ്? ഡി ബിയോ? ആണ് കൂടുതൽ. ഡി ബി. ഡി ഡി. ഡി. ഇവിടെ എൺപതിക്കാർ മാത്രമേ ഉള്ളൂ. ഈ കൗൺസിലേഴ്സ് പൊതുവെ എമ്പതി ഉള്ളതായിരിക്കും. കറക്റ്റാ കേട്ടോ. ഇപ്പൊ 3 പേരും കൗൺസിലേഴ്സ് ആണ്. ആ, എമ്പതി ഉള്ള ആൾക്കാരാണ് ഈ ഫീൽഡിലേക്ക് വരികയെന്ന് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോ ആരോടാ ചോദിക്കുക? ജോർജ് സാറിനോട് ചോദിക്കാം. ഒരു സ്ഥലത്ത് താമസം. ആൻഡോ സാറെ നോക്കിയായിരുന്നോ? ആൻഡോ ഡേവിസ് സാറെ നോക്കിയായിരുന്നോ? ഈ പറഞ്ഞോണം ഞാനും ഒരു ആനയും ആറാനയും ആഗ്രഹിക്കുന്നു. എല്ലാവരും ഈ എലിഫന്റ് ഇത് തന്നെയാണ് ഞാനും വന്നു നിൽക്കുന്നത്. ക്ലിയർ ആണോ സാർ? ക്ലിയർ. എവിടുന്ന് ഒരു എക്കോ വരുന്നു. സാബു സാറേ കേക്കാവോ? ആ, കേക്കാവോ സാറേ? കേക്കാം സർ. സാറേ, ഞാൻ ഉടനെ ഇറങ്ങാനുള്ള ഞാൻ ആദ്യം കയറി പറഞ്ഞത്, അതായത് എനിക്കും 4 ആണ് ഇരിക്കുന്നത്. D4 A3 ഇങ്ങനെ എനിക്ക് പോയിട്ടുള്ളത്. എന്തായാലും ക്ലാസ്സിനെ പറ്റി പറയാണ്. നല്ല ഒരു ക്ലാസ് ആണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എനിക്ക് നാളെ ഒന്ന് വിശദമായിട്ടൊന്ന് നോക്കണം. പിന്നെ എന്തായാലും നമ്മുടെ ഈ വീക്ക്നെസ്സിനെ നമ്മൾ സ്ട്രെങ്തായി കൊണ്ടുപോകണം എന്നുള്ള നമ്മുടെ ഓമനമ്മ പറഞ്ഞു വെച്ചത് വളരെ അർത്ഥവത്താണ്. നമ്മളെല്ലാവരും ഇങ്ങനെ മടിച്ചിരിക്കുക, എനിക്ക് കഴിവില്ല, എനിക്ക് പറ്റുകയില്ല എന്നെല്ലാവരും മടിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ നമ്മളത് പരിഹരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണം എന്നുള്ളതാണ് ഈ പുസ്തകത്തിൽ കൂടെ മാം ഇവിടെ അവതരിപ്പിച്ചത്. എന്തായാലും എനിക്ക് അദ്ദേഹത്തിന്റെ ബുക്ക് ഇപ്പം വേറെ ചില സ്ഥലങ്ങളിലൊക്കെ ഈ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ബുക്കിനെ പറ്റി എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടു. ടീച്ചർ വളരെ നല്ല രീതിയിൽ അവതരിപ്പിച്ചു. അടിപൊളി, കൺഗ്രാജുലേഷൻസ്. ഞാനിപ്പോൾ ഉടനെ ഇറങ്ങുകയാണ്. താങ്ക് യു സർ. ഓക്കെ. അപ്പൊ ഇത് 5 പേരും ഇപ്പൊ കിട്ടിയതില് ഡി അല്ലേ? ഇനി ആര്? ജോർജ് സാർ ഉണ്ടോ? ദീപ മാം, ശുദ്ധോൻ ഡോക്ടർ, സിന്ധു മാം, മാത്യു, ജോർജ് ഐസക്, ആർക്കെങ്കിലും? ശ്രീലത മാം പറയൂ. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട് സർ. എയും ബിയും ഒരുപോലെ വന്നു, അത് വരികയല്ല എന്തായാലും. എയും ബിയോ? എയും ബിയും ഒരേ മാർക്കിലാ വന്നത്, അങ്ങനെ വരൂലല്ലോ. അപ്പൊ അതെന്തോ മിസ്റ്റേക്ക്. അവസാനത്തെ ലാസ്റ്റ് ചോദ്യം അവസാനത്തെ 10. അവസാനത്തെ പറയുന്നത്. ഓക്കെ. ആദ്യത്തെയോ? ആദ്യത്തെ എനിക്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്തില്ല ഞാൻ. ഓക്കെ. അപ്പൊ ഇതില് വ്യത്യസ്തമായ അതില് ഡോൾഫിൻ വന്നിട്ടുണ്ട്. അതില് എസ് അധികം വന്നത് ഡോൾഫിൻ എന്നുള്ള ആ ടൈപ്പിലാ വന്നത്. ഡോൾഫിൻ ടൈപ്പിലാണ് എസ് കൂടുതൽ വന്നിരിക്കുന്നത്. അപ്പൊ ഇനി ഈ വീഡിയോ ഒന്നും കൂടെ ഒന്ന് കണ്ടോളൂ, ഒന്നും കൂടെ കണ്ടു ചെയ്തോളൂ. ഇതിലെല്ലാം വ്യത്യസ്തമായിട്ട് എനിക്ക് മാത്രമേ ഉള്ളൂ ഇപ്പം കേട്ടോ. ഞാന് ഔളാണ്, എൻ്റെ എല്ലാം ഔളിലാണ്. എന്നുവെച്ചാൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ 5 എണ്ണം എസ് ആണ്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ 8 എണ്ണം ഔളാണ്. ഇത് അത്ര കൃത്യമായിട്ട് ആർക്കും കിട്ടിയിട്ടില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞത്, എനിക്കത് ആ പേര് വിട്ടപ്പോഴേ നമ്മളൊരു ആ പേര് ഇല്ല സർ, എയും ബിയും അത് സാറിന് കിട്ടിയത് ശരിയായിരിക്കും, കറക്റ്റ് ആയിരിക്കും. ശരിയായിരിക്കാം, പക്ഷെ എന്നാലും തിങ്കർ പ്ലാനർ, തിങ്കർ ആണ്, പ്ലാനർ ആണ്, പോയറ്റാണ് അവള്. ഓക്കെ. ഇനി വേറെ ആർക്കെങ്കിലും? ജോർജ് സാർ, സിന്ധു മാം, ബിന മാം ചെയ്തിരുന്നോ? വത്സല മാം, മിനു മാം, അബ്ദു സാർ, ബിന മാം. ഞാൻ ചെയ്തിരുന്നു, പക്ഷെ
എനിക്ക് ഓരോന്നിലും കിട്ടിയത് വ്യത്യസ്തമായിട്ട്. അപ്പൊ ചീറ്റയില് 5 എണ്ണത്തിലും 5 യെസ് ആണ്. ഓൾഡാണെങ്കിൽ 2, യെസ് ആണ്. എലിഫന്റിലാണെങ്കിൽ 3 യെസ് ആണ്. അപ്പൊ ആകെ കൂടി എന്താണെന്ന് റിസൾട്ട് അറിയാൻ പറ്റണില്ല. ഓരോന്നിലും ഉണ്ട്. ആദ്യം കിട്ടിയതായിരിക്കും കറക്റ്റ് സർ. ആ ഫസ്റ്റ് ക്വസ്റ്റ്യനറിൽ എന്തായാലും ഒരു കാര്യം ഉറപ്പാ, ന്യൂറോപാത്വേ ഒന്ന് ശരിയായി കിട്ടി. ഇങ്ങനെ ഉറഞ്ഞിരിക്കുന്നു. ടീച്ചറുടെ ക്ലാസ് വളരെ ആരാധിക്കേണ്ട മൃഗം ഏതാന്ന് മനസ്സിലായി അല്ലേ? ചീറ്റ എന്നുള്ളത് അല്ലേ? അത് വലിയ ചീറ്റ ഭയങ്കര ഫാസ്റ്റ് ആണ്. ഫാസ്റ്റ് ഫാസ്റ്റ് ആക്ഷൻ എനർജി. ബുദ്ധിയാണ്. അങ്ങനെ ഒരു കാര്യമുണ്ട്. ജോർജ് സാറേ വാ. ഒക്കെ ഇത് ചീറ്റ സ്പീഡിലുള്ള മൃഗം, വേഗത്തിൽ ചിന്തിച്ച് പഠിക്കുന്ന ബ്രെയിനാണ് ശരിക്കുള്ളത്. ഒരു സമാധാനത്തിൽ ചെയ്താൽ റിസൾട്ട് ശരിക്കും കിട്ടുള്ളൂ എന്ന് മനസ്സിലായി. ജോർജ് സാർ പറയും. സാറേ താങ്ക്സ്. ഞാനൊരു മീറ്റിങ്ങിലായിരുന്നു. ആക്ച്വലി ഓമന ടീച്ചറെ ക്ലാസ് എടുത്തതെന്ന് മനസ്സിലായി. ഒരു പുസ്തകത്തിന് ബേസ് ചെയ്താന്ന് കിട്ടി. പിന്നെ 4 ജീവികളെ ബന്ധിപ്പിച്ചു. എലഫന്റ്, ചീറ്റ, ഓൾ, ഡോൾഫിൻ. അത് കിട്ടി. പിന്നെ ഒരു 20 ക്വസ്റ്റിൻ്റെ കാര്യവും കേട്ടു, 10 ക്വസ്റ്റിൻ്റെ കാര്യവും കേട്ടു. ഒന്നും എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല. വേറെ കുറച്ച് പേരുണ്ടായിരുന്നു. ഏത് മൃഗത്തെ ഇഷ്ടം? ഏത് മൃഗത്തെ ഇഷ്ടം? ഞാൻ മൃഗത്തിന്റെ കാര്യത്തില് എനിക്ക് എലഫന്റ് ഇഷ്ടമാണ്. ടെസ്റ്റ് ഒന്നും ചെയ്യണ്ട. ഇനി മറ്റേ ആ ജീവിയുടെ കാര്യത്തില് ഡോൾഫിനെ വലിയ കാര്യമാണ്. ഓക്കെ. അപ്പൊ ഈ ക്ലാസ്സിന്റെ കൂടെ ഇതിന്റെ തൊട്ട് മുമ്പത്തെ ഓമന ടീച്ചറിന്റെ ക്ലാസ്സും കൂടെ കിട്ടുവാണെങ്കിൽ ഇതിനോട് ഒരു അഡീഷൻ കൂടെ കിട്ടും അല്ലേ? അത് രണ്ടും തമ്മിൽ വലിയ ബന്ധമില്ല, പക്ഷെ അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോണ്ട് ഞാൻ അന്നേരം മെനക്കെട്ട് ഇതൊന്നും ഉണ്ടാക്കിയതാ. കുഴപ്പമില്ല, നല്ലതാ. ബ്രെയിൻ കോച്ചായ ജിം ക്വിക്കിന്റെ ലൈഫ് സ്കിൽസ് ഫോർ ബ്രെയിനെ പറ്റി ഇന്ന് ക്ലാസ് എടുത്ത ഓമന ടീച്ചറിനും സാബു സാറിനും എല്ലാവർക്കും നമസ്കാരം. അറ്റ് എനി സ്റ്റേജ് വി ക്യാൻ ഇംപ്രൂവ് അവർ ബ്രെയിൻ. അത് വളരെ എനർജി തരുന്ന ഒരു കാര്യമായിട്ട് തോന്നി. അപ്പൊ നമ്മൾ കലസ്പായിട്ടിരിക്കുന്ന ഒരു സമയമാണ്. പിന്നെ അതുപോലെ ഏജ് ഈസ് മൈൻഡ്സ് സ്കോർ ബോർഡ്, നോട്ട് എ ലിമിറ്റ്. അത് ഇത് തന്നെ ഇതാണ്. പിന്നെ ജിം ക്വിക്കിന്റെ 4 ലേണിംഗ് സ്റ്റൈൽസിനെ പറ്റി, അത് മൃഗങ്ങളെ ബേസ് ചെയ്തുള്ള ഒരു കോഡ് എന്ന ചുരുക്കപ്പേരിൽ ടീച്ചർ നന്നായിട്ട് അത് വിവരിച്ചു തന്നു. പിന്നെ ബ്രെയിനെ എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം, അതിന് നമ്മൾ കഴിക്കേണ്ട ഫുഡ്സ് എന്തൊക്കെയാണ്, അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ്സ് എന്തൊക്കെയാണ്, പിന്നെ ആക്റ്റീവ് ലേണിങ്ങിനെ പറ്റി, പിന്നെ ബ്രെയിനിന് വേണ്ട എക്സസൈസ്, പിന്നെ ന്യൂറോപ്ലാസ്റ്റിക്, ഇതിനെപ്പറ്റി എല്ലാം നന്നായിട്ട് വിശദീകരിച്ചു തരും. പിന്നെ എനിക്ക് കിട്ടിയത് 2 ഒരേപോലെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാ എസ് കിട്ടിയത് ഔൾ ബ്രെയിനും എലഫന്റ് ബ്രെയിനും. മറ്റേത് ചീറ്റ ബ്രെയിനിലെ 2 എസ് 3 നോയെ, ഡോൾഫിന്റെ 3 എസ് 2 നോയെ. പക്ഷെ മറ്റേ 2ലും ഫുൾ കിട്ടിയിട്ടുണ്ട്, ഔളും ഇരിക്കും. അപ്പോൾ കുറച്ചൊക്കെ മനസ്സിലായിപ്പോ എന്തോ ആണ് നമ്മുടെ ക്യാരക്ടർ എന്നുള്ളത്. പിന്നെ അങ്ങനെ എന്തായാലും ഓമന ടീച്ചറിനും സാറിനും എല്ലാം നന്ദി. താങ്ക് യു സർ. മാഡം അവളാണെങ്കിൽ ആലോചിച്ച് വിശകലനം ചെയ്ത് ശാന്തമായ പഠനം നടത്തുന്നയാളാണ്. ഞാൻ പൊതുവെ അങ്ങനെയാണ്. അധികം എനിക്ക് എന്തായാലും ഒരാളുണ്ട് കൂടെ. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ. ഓമന ടീച്ചർ ആരാണ്? ഓമന ടീച്ചർ എന്താണ് ഇതിൻ്റെ അകത്ത്? ഞാന് എലഫന്റ് ആണെന്നാണ്. എംപതറ്റിക് എലഫന്റ്. ഓക്കെ. ഒരു സംശയം ചോദിക്കട്ടെ സർ, ഈ ബ്രെയിനിന്റെ വളർച്ച അപ്പൊ നിൽക്കൂല, വളർന്നുകൊണ്ടിരിക്കും? നമ്മൾ പഠിച്ചത് അങ്ങനെയല്ലല്ലോ. വളർച്ച മീൻസ് മാഡം വിചാരിക്കുന്നത് അതിന്റെ വലിപ്പം കൂടുന്ന കാര്യമാണോ? അത്തരത്തിൽ അത് നിശ്ചിതം തന്നെ അല്ലേ? അല്ല, വലിപ്പം കൂടുന്നതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിന്റെ സ്ട്രെങ്ത്,
സാധാരണ നമ്മൾ ഒരു റിട്ടയർമെന്റ് ഒക്കെ കഴിഞ്ഞാലോ അല്ലെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ഒരു കല്യാണമൊക്കെ കഴിച്ച് ജോലിയൊക്കെ കിട്ടി എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒന്നും ചെയ്യാനില്ല എന്നുള്ള ഒരു ചിന്തയുണ്ട്. ആ ചിന്തയുടെ പേരിൽ റിട്ടയർമെന്റ് കഴിഞ്ഞാൽ പിന്നെ തീരെ ഒന്നും ചെയ്യല, എല്ലാം ആയി കഴിഞ്ഞ്. അതുകൊണ്ടാണ് ബ്രെയിൻ പുറകോട്ട് പോകുന്നതും മെമ്മറി നഷ്ടപ്പെടുന്നതും. നമ്മൾ അവിടെ വെച്ച് നിർത്തരുത്. കണ്ടിന്യൂസ് ലേണിംഗ്, എക്സസൈസ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്കിങ്ങനെ മെമ്മറി ലോസ് ഒന്നും വരികയില്ല. ശരിയല്ലേ? അതെ. ശരിക്കും ഞാനൊരു പടം കാണിച്ചു തരാം. ഈ ബ്രെയിനിന്റെ റീവയറിംഗ് എന്ന് പറയും. കാരണം നമ്മൾ ബ്രെയിൻ യൂസ് ചെയ്യുന്നതിന്റെ ആ പാറ്റേൺ ഇത് ഏകദേശം ഇതുപോലെയൊക്കെ ഇരിക്കുമെന്ന് വിചാരിക്കാം. അപ്പൊ ഇതില് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതനുസരിച്ച് ഈ കണക്ടിവിറ്റി കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യും. അപ്പൊ നമ്മൾ പഠിക്കുന്ന സമയത്ത്, ജോലി ചെയ്യുന്ന സമയത്തൊക്കെ ഈ കണക്ടിവിറ്റി നോർമലായിട്ട് പോകുന്നുണ്ട്. പക്ഷെ റിട്ടയർ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ഒക്കെ കുറഞ്ഞ് കഴിയുമ്പോൾ ബ്രെയിനിന്റെ കണക്ടിവിറ്റിയും കുറയും, മെമ്മറിയും സിനാപ്സസ് എന്നൊക്കെ പറയും. അപ്പൊ ഇത് മൂവ് ചെയ്യുമ്പോൾ പുതിയ പുതിയ വഴി, കാരണം വലത് കൈ കൊണ്ട് ചെയ്യുന്ന കാര്യം ഇടത് കൈ കൊണ്ട് ചെയ്താൽ ബ്രെയിൻ ഒരു പുതിയ കാര്യം ചെയ്യുന്ന പോലെയാണ്. അത്ര രീതിയിൽ അതിനെ അഡാപ്റ്റ് ചെയ്യും. ഇപ്പൊ വലത് കൈ കൊണ്ട് നമ്മൾ പല്ല് തേക്കുന്നവരെ ഇടത് കൈ കൊണ്ട് പല്ല് തേച്ചാൽ ബ്രെയിനിന് അതൊരു പുതിയ അനുഭവമാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു പുതിയ അനുഭവത്തിലൂടെ പുതിയൊരു പാത്ത് വേ അത് ക്രിയേറ്റ് ചെയ്യും. അതിനാണ് നമ്മൾ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും ഇങ്ങനത്തെ ബ്രെയിനെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പുതിയ പുതിയ കണക്ഷൻസ് ഉണ്ടാകും, പുതിയ വയറിംഗ് ഉണ്ടാകും. അങ്ങനെ ബ്രെയിൻ ആക്റ്റീവായിട്ട് നിലനിൽക്കും. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ മറവി രോഗം എന്നൊക്കെ പറയുന്ന പോലത്തെ ചില സാധ്യതകളിലേക്ക്, ഡിമെൻഷ്യ പോലുള്ള സാധ്യതകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ എപ്പോഴും ആക്റ്റീവായിട്ട് നിൽക്കുക. ബ്രെയിനിൻ്റെ ഒരു എക്സസൈസ് കൊടുക്കുന്ന കുറച്ച് പ്രോസസ്സുകൾ ചെയ്താൽ കണക്ടിവിറ്റി കൂടും, മെമ്മറി കൂടും. അപ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്താൽ വളരെ ഈസി ആയിട്ട് മനസ്സിൽ ഓർത്തിരിക്കുന്ന പോലെ പുതിയ പുതിയ വഴികളിലേക്ക് ബ്രെയിനിൻ്റെ പാത്ത് വേസ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നതോറും നമ്മൾ ഡൈനാമിക് ആയിരിക്കും, നമ്മൾ കൂടുതൽ ഡൈനാമിക് ആയിട്ട് നിലനിൽക്കും എന്നാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. ബ്രെയിനിൻ്റെ വളർച്ചയല്ല, ബ്രെയിനിൻ്റെ അകത്തുള്ള ഈ സിനാപ്സുകൾ പോലുള്ള ബ്രെയിൻ കണക്ഷൻസിൻ്റെ വളർച്ചകൾ കൂട്ടാൻ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് എപ്പോഴും നല്ലതാണ്. ബ്രെയിൻ ജിമ്മ്, അതുപോലെ തന്നെ എന്താ പറയുക, സുഡോക്കോ, ചെസ്സ്, പുതിയ പുതിയ കാര്യങ്ങൾ. ഇപ്പോൾ ഈവൻ കുട്ടികൾ കളിക്കുന്ന എന്താ പറയുന്നത് ഗെയിംസ് കളിക്കുന്നത് പോലും ബ്രെയിനിന് വളരെ ഇഫക്റ്റീവാണ്. പക്ഷെ അത് ഒരു പരിധിയിലായി കൂടിക്കഴിഞ്ഞാൽ അത് പിന്നെ അത് അഡിക്ഷനായിട്ട് മാറും. അപ്പം അതൊക്കെ നല്ലതാണ്. പക്ഷെ എന്താ പറയുന്നത്, അധികമായാൽ അമൃതും വിഷം എന്ന് പറയുന്ന പോലെ അങ്ങനൊരു പ്രോബ്ലം ഉണ്ട്. നമ്മുടെ ഹാബിറ്റിനെയാണ് എപ്പോഴും ബ്രെയിൻ ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ ഒരു ഹാബിറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ബ്രെയിൻ വളരെ ഈസിയാണ്. നമ്മൾ ഡ്രൈവിംഗ് ഒക്കെ പഠിക്കുമ്പോൾ ശ്രദ്ധിച്ചു കാണും, നല്ലോണം ഡ്രൈവ് ചെയ്യാൻ അറിയാവുന്ന ഒരാൾ എത്ര പ്രാവശ്യം ബ്രേക്ക് ചവിട്ടി, എത്ര പ്രാവശ്യം ഹോൺ അടിച്ചു, എത്ര പ്രാവശ്യം തിരിച്ചു നിന്നും ഒരിക്കലും നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നമ്മളുടെ അടുത്ത് ഡ്രൈവർ സീറ്റിൽ ഇരിക്കുന്ന നമ്മുടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന മകനാണോ മകളാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഭയങ്കരമായിട്ട് കൺഫ്യൂസിങ് ആയിരിക്കും നമ്മൾ. കാരണം അവരുടെ റീവയറിങ് ഒരു ഹാബിച്വൽ ആയിട്ടില്ല. അപ്പം അങ്ങനെ ഹാബിച്വൽ ആക്കാൻ എപ്പോഴും ബ്രെയിൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് അഡിക്ഷൻസ് ഇത്രമാത്രം വരുന്നത്. മൊബൈൽ അഡിക്ഷനും ഒക്കെ വരുന്നതിൻ്റെ ഒരു കാരണം ഇങ്ങനെ ഒരു ഹാബിച്വൽ പാറ്റേൺ. അതിലൂടെ ഡോപ്പമൈൻ എന്ന് പറയുന്ന ഒരു ന്യൂറോ കെമിക്കൽ ഉണ്ട്. അത് പ്ലഷർ കെമിക്കലാണ്. അതാണ് ബ്രെയിനിന് ആവശ്യം. അപ്പോൾ അത് കിട്ടുന്ന രീതിയിൽ പോകും. നമ്മൾ കണക്ടിവിറ്റിയേക്കാളും അല്ലെങ്കിൽ ബന്ധങ്ങൾ വയ്ക്കുന്നതിനേക്കാളും ഈസി ആയിട്ട് ഈ മദ്യപിക്കുമ്പോഴും മൊബൈൽ നോക്കുമ്പോഴും മയക്കുമരുന്നുകൾ കഴിക്കുമ്പോഴും ഒക്കെ ബ്രെയിൻ ഈ ഡോപ്പമൈൻ കിട്ടും. ഡോപ്പമൈൻ ആ പാതയ്ക്കൂടെ പോകും. അതിന് പകരം നമ്മൾ പുതിയ ക്രിയേറ്റീവായിട്ടുള്ള പാതകളിലൂടെ പോയപ്പോൾ നമ്മൾ ഡോൾഫിനാണ് ഇവിടെ ശരിക്കും വേണ്ടത്. ഡോൾഫിൻ്റെ ക്രിയേറ്റിവിറ്റി നമുക്കുണ്ടെങ്കിൽ എല്ലാം പുതുമയുള്ള കാര്യങ്ങളായിരിക്കും. എന്ത് കണ്ടാലും ഒരു പുതുമ നമ്മുടെ ലൈഫിലുണ്ടാവും. അപ്പോൾ ബ്രെയിൻ പവർഫുൾ ആയിട്ടുള്ള ഒരു എനർജറ്റിക് തലത്തിലേക്ക് വരും. അത് നമ്മുടെ ബ്രെയിൻ എപ്പോഴും നല്ലതാണ്. ഇനി ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാവോ? കൂടുതൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യും. ഈ മെമ്മറി ടെസ്റ്റ് അല്ല, ഇത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഇതിപ്പോ കാണാവോ? ഇങ്ങനെ സ്പീഡിൽ ചെയ്യാൻ പറ്റണം. അത് ലെഫ്റ്റ് റൈറ്റ് ബ്രെയിനിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്. ഇടത്ത് കൈ ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. അത് ചെയ്യാം അല്ലെ? അതെല്ലാം സ്പീഡിൽ നമുക്ക് ആദ്യം ചെയ്യുമ്പോൾ പതുക്കെ പോലും ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ സ്പീഡ് ആക്കും തോറും അതുപോലെ ഇങ്ങനെ നമുക്ക് സ്പീഡിൽ ചെയ്യാൻ പറ്റണം, മാറാതെ. പിന്നെ പന്തെടുത്ത് രണ്ട് പന്ത് കൊണ്ട് ഇങ്ങനെ കളിക്കുക. ലെഫ്റ്റ് ബ്രെയിൻ റൈറ്റ് ബ്രെയിനും കൃത്യമായിട്ട് യൂസ് ചെയ്ത് അത് തമ്മിലൊരു ഒരു കോമ്പിനേഷൻ കിട്ടിയാൽ. പിന്നെ നമ്മൾ പുറകോട്ട് നടക്കുക. പുറകോട്ട് നടക്കുമ്പം ബ്രെയിനിന്
മുന്നോട്ട് നടക്കുന്നതിന്റെ കൂടുതൽ എഫക്റ്റ് കിട്ടുന്നുണ്ട്. യെസ്, പുറകോട്ട് ഇതെല്ലാം ബ്രെയിനിന് പുതിയ പാത്ത് വേ ആണ്. അപ്പോൾ ഈ ബ്രെയിൻ പരിശീലിക്കാത്ത കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ബ്രെയിന് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ചെറിയ കാര്യങ്ങൾ വീട്ടിന്റെ അകത്ത് തന്നെ ചെയ്യാൻ പറ്റും, എക്സസൈസ് ആയിട്ട്. ബ്രെയിനിന് വേണ്ടി ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ മാം. ഓക്കെ സർ. ബ്രെയിനിന്റെ ആഹാരമാണ് രാവിലത്തെ നമ്മുടെ ഫുഡ്. ഏറ്റവും നല്ല ഫുഡ് രാവിലെ വയറ് നിറയെ കഴിക്കുക. അത് ബ്രെയിനിന് കൊടുക്കുന്ന എനർജിയാണ്. നമ്മുടെ കുട്ടികൾ പലപ്പോഴും മുതിർന്നവരും ഈ മോർണിംഗ് ഫുഡാണ് ഒഴിവാക്കുന്നത്. അത് സമയമില്ല, പിന്നെ വന്ന് കഴിക്കാം. ഇല്ല, നിങ്ങളെ നയിച്ചുകൊണ്ട് പോകുന്ന ബ്രെയിനിന് ആഹാരം കൊടുക്കാതെ അതൊന്നും പട്ടിണിക്കിട്ടാൽ അവന്റെ വർക്ക് വളരെ മോശമായി പോകും. കൂടെ ആഡ് ചെയ്തേ ഉള്ളൂ. അതെ സാർ, ശരിയാണ്. രാത്രി മുഴുവൻ ഫാസ്റ്റിംഗ് ആണല്ലോ. അപ്പം രാവിലെ എന്തായാലും ഫുഡ് വേണമല്ലോ. നമ്മൾ ജോലിക്കൊക്കെ പോകുമ്പോഴും സ്കൂളിൽ പോകുമ്പോഴും ഒക്കെ രാവിലെ കഴിക്കാറില്ലായിരുന്നു. അങ്ങനെ നമ്മളുടെ അനാസ്ഥ കൊണ്ടാണ് നമുക്ക് വയസ്സാകുന്നതിനനുസരിച്ച് മറവി വരുന്നത്. മാഡത്തിന്റെ ഈ ക്ലാസ് കേട്ടപ്പോഴേ എനിക്ക് ചില ഓർമ്മക്കുറവുകളും മറ്റൊക്കെ വരുന്നുണ്ട്. ഇത് കുറെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ ഗൈഡ് ലൈൻസ് കിട്ടിയിട്ടുണ്ട്. ഉദാഹരണത്തിന്, ഞാൻ ഒരാളുടെ പേര് ചോദിച്ചാൽ, ഇപ്പൊ കൗൺസിലിങ്ങിനൊക്കെ വരുവാണെങ്കിൽ ആദ്യം പേര് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നീട് പേര് മറന്നു. അപ്പൊ രണ്ടാമത് ഈ പേര് ചോദിക്കാൻ ശരിയല്ലല്ലോ. അപ്പൊ പിന്നെ ഈ പേര് തന്നെയാണോ ഔദ്യോഗികമായിട്ട് ഉപയോഗിച്ചിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആ പേര് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുമായിരുന്നു. പക്ഷെ അതിനൊരു ഇത് എനിക്ക് കിട്ടി, ഒരു ട്രിക്ക് ഒരാൾ പറഞ്ഞു തന്നതാണ്. ആദ്യം പേര് ചോദിക്കുക, പിന്നെ ഓരോന്നും അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ ആ പേര് വിളിച്ചങ്ങ് ചോദിക്കുക. അപ്പോൾ ഓർമ്മ കിട്ടും. വളരെ ക്ലിയർ ആണത്. ഇപ്പൊ ആ പ്രശ്നമില്ല. കാരണം നമ്മൾ ആദ്യം ചോദിക്കുമ്പോൾ പേരെന്നാന്ന് ചോദിക്കുമ്പോൾ ആ പേര് ഒന്നോടെ റിപ്പീറ്റ് ചെയ്യുക. അപ്പൊ എത്ര വയസ്സായി എന്ന് ചോദിക്കുമ്പോൾ പേര് വിളിക്കുക. രണ്ടാമത് എന്തോരം പഠിച്ചിട്ടുണ്ടെന്ന് ചോദിക്കുമ്പോൾ ആ പേര് തന്നെ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓർത്തിരിക്കും. അപ്പൊ മാഡം പറഞ്ഞതിനകത്ത് ഒന്ന് രണ്ട് ഇതുണ്ട്. ഈ നടക്കുന്ന സമയത്തുള്ള ഇതും അതും ഒക്കെ വളരെ യൂസ്ഫുൾ ആണ്. ഞാൻ ഏതായാലും ഇത് പ്രാക്ടീസ് ചെയ്യാൻ തീരുമാനിച്ചു. ഒന്നോടെ ഒന്ന് കണ്ടിട്ട്. ശ്രീകുമാർ പുറകോട്ട് നടക്കുന്ന കാര്യമാണോ? പുറകോട്ട് നടക്കുന്നത് മാത്രമല്ല, മാഡം പറഞ്ഞല്ലോ, വാക്കിംഗ് 10 മുതൽ 20 മിനിറ്റ് വരെ, 1 മിനിറ്റ് മെമ്മറി ടെസ്റ്റിന്. പിന്നെ മെമ്മറി ടെസ്റ്റ് കുറെ വസ്തുക്കൾ നിരത്തി വെച്ചിട്ടുള്ള ഇതൊക്കെ ഉണ്ടല്ലോ. സാറ് പസിൽ കളിക്കും സാർ. പസിൽ പസിൽസ്, സുഡോക്കോ അല്ലേ? സുഡോക്കോ അല്ല, പസിലുണ്ട്. യൂറോപ്യൻ കൺട്രീസിലൊക്കെ സീനിയർ സിറ്റിസൺസ് ഒരുമിച്ച് കൂടി പസിൽ കളിക്കും, ഒറ്റയ്ക്കും കളിക്കും. എനിക്ക് മോള് വന്നപ്പോ ഒരു പാക്കറ്റ് പസിൽ കൊണ്ട് തന്നിട്ടുണ്ട്, ഞാൻ പൊളിച്ചില്ല. 1000 ശ്രീകുമാർ സാർ. നമസ്കാരം. ഞാനേ ലാസ്റ്റ് അരമണിക്കൂർ കേട്ടില്ല, അല്ല സെഷൻ അവസാനിക്കുന്നവരെ കേട്ടു. ഈ പറഞ്ഞ പോലെ ഈ ജിം കിക്കിന്റെ ഒരു പുസ്തകമുണ്ട്, ഈ ലിമിറ്റ്ലെസ് എന്നുള്ള പേരിൽ. ഞാനത് 1-2 പ്രസംഗം കേട്ടിട്ടുണ്ട് ഒരു കൊല്ലം മുന്നേ. അപ്പൊ ഈ പറഞ്ഞ പോലെ മേഡം ഈ ആലസ്യമായിട്ട് ഞാൻ ബ്രെയിനെ കുറിച്ചുള്ള ഒരു സെഷൻ എനിക്ക് എപ്പോഴും ഇതിലിങ്ങനെ വരാൻ പറ്റില്ല. ഇടയ്ക്ക് ചില യൂട്യൂബ് കേൾക്കാറുണ്ട്. മറ്റേ നമ്മുടെ തിരുവനന്തപുരത്തെ സാറിന്റെ ഒരു ഇതുണ്ടല്ലോ, മൈൻഡ് ഫുൾനെസിന്റെ. പേര് പെട്ടെന്ന് ഓർക്കണില്ല. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ആടെ മുഖം ഓർമ്മയുണ്ട്, പേര് ഓർമ്മയില്ല എന്ന് പറഞ്ഞ പോലെയുള്ള കേസ്. അഡ്വക്കേറ്റ് ഇളങ്കോ ആയിരിക്കും. അതെ അതെ, നമുക്കിപ്പോ ആളുകളുടെ മുഖം ഓർമ്മയുണ്ടാവും, പേര് ഓർമ്മയുണ്ടാവില്ല. അതാണ് അതിലൊരു മെയിൻ ഇഷ്യൂ. അപ്പൊ ഈ ബ്രെയിനിന്റെ ഒരു ഇത് പറഞ്ഞ പോലെ ഈ 4 കോഡ് എന്ന് പറഞ്ഞൊരു ചീറ്റ, ഓളു, പിന്നെ ഡോൾഫിൻ, പിന്നെ എലിഫന്റ്. അപ്പൊ ഇതിൽ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ആണ് ഈ പറയുന്നത്. ഓരോരുത്തർക്കും അവരുടേതായ രീതിയിൽ എന്താ പറയാ, ഹൗ ആർ യു സ്മാർട്ട് എന്നല്ല, ഹൗ സ്മാർട്ട് യു ആർ എന്നുള്ള രീതിയിൽ ഏത് രീതിയിലാണ് നിങ്ങളുടെ ഇന്റലിജൻസ്. അപ്പൊ ആ രീതിയിൽ ഓരോരുത്തർ യൂണീക്ക് ആയിട്ടുള്ള അനുസരിച്ച് നോക്കണം. പിന്നെ ഇതിൽ പ്രധാനമായിട്ടും ആ ഫുഡിന്റെ കാര്യം, ഫുഡ് ഐറ്റംസ് പറഞ്ഞു. പിന്നെ അതുപോലെ ഈ പറഞ്ഞ പോലെ ജങ്ക് ഫുഡൊക്കെ രാവിലെ തന്നെ നമ്മൾ ഈ മധുരം കൂടുതൽ ബ്രെയിനിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ഒരു എഫക്റ്റീവ്നെസ് അവിടെ കുറയും, ചിന്തിക്കാനുള്ള ഒരു ശേഷി കുറയും. അപ്പൊ ഇതിൽ ഏറ്റവും പ്രധാനം ഈ ബ്രെയിനിന്റെ കേസിലൊക്കെ കൂടുതൽ ഇപ്പൊ പൊളിറ്റീഷ്യൻസ് ആയാലും
നമ്മുടെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ എത്ര വലിയ ആളുകളായാലും അവര് മരിക്കുന്നത് വരെ ഇതില് സജീവമായിട്ട് നടക്കും. അപ്പൊ അതുപോലെ സാറായാലും അല്ല, ഞാൻ പറയാ ഇത് കുറെ പരിപാടികൾ ഇങ്ങനെ ആക്റ്റീവായിട്ട് ഇരിക്കുമ്പോഴേ നമുക്ക് ഈ സെഷൻ കേൾക്കുമ്പോൾ തന്നെ നമ്മളിപ്പോ എന്താ പറയാ, മുന്നേ നമ്മൾ പറഞ്ഞിരുന്ന സിറ്റിംഗ് ഈസ് ദി ന്യൂ സ്മോക്കിംഗ് വെറുതെ ഇരിക്കുമ്പോൾ, ഇപ്പൊ സ്ക്രോളിംഗ് ഈസ് ദ ന്യൂ സ്മോക്കിംഗ് ഉള്ളൊരു കാഴ്ചപ്പാടാണ് വരുന്നത്. പക്ഷെ ഈ രണ്ട് രീതിയിലാണ്. യൂട്യൂബ് വെറുതെ നമ്മളിങ്ങനെ കുറെ കണ്ടിരുന്നു, ഒരു ഡയറക്ഷൻ ഇല്ലാണ്ട് ഫോക്കസ് ഇല്ലാണ്ട് ഫീഡിൽ വരുന്നതൊക്കെ കാണുന്നതും, ഇതുപോലെ നമ്മൾ ഡിജിറ്റലായിട്ട് എന്തെങ്കിലും ഒരു പരിപാടി കേൾക്കാൻ വേണ്ടിയിട്ടും അത് കേൾക്കുമ്പോൾ നമ്മൾ അതോടൊപ്പം ചിന്തിക്കുക, അതുപോലെ എന്തെങ്കിലും നമ്മളൊരു നോട്ട് എടുക്കുക. ഇതിലിപ്പോ ഞാൻ ഓമന ടീച്ചർ എടുത്ത ഒരു 10-12 സ്ലൈഡ് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ എനിക്കത് ഇഷ്ടപ്പെട്ടു. കാരണം എന്താ വെച്ചാൽ ഞാൻ ഫോളോ ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്കത് ഇഷ്ടപ്പെട്ടു. അപ്പൊ അല്ല, നമുക്കത് പഠിക്കാനേ. അപ്പൊ അതില് ബ്രെയിനിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമെമ്പറിംഗ് ആണ് കൂടുതൽ. നമ്മളത് വീണ്ടും വീണ്ടും വായിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. നമ്മളത് വീണ്ടും ഓർത്തോർത്ത് നമ്മളത് കാര്യം അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിച്ചാലേ നമുക്ക് ബ്രെയിനിലേക്ക് എത്തുള്ളൂ. അപ്പൊ അതിൽ ഭക്ഷണത്തിന്റെ കാര്യമായാലും ഡയറ്റിന്റെ കാര്യമായാലും അതുപോലെ എക്സസൈസ് ഈ പറഞ്ഞ പോലെ 20 മിനിറ്റ് വാക്കിന്റെ കാര്യത്തിലായാലും ചെറിയ ചെറിയ കാര്യങ്ങൾ ഡെയിലി ചെയ്യാൻ പറ്റിയെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോ ഈ സെഷനപ്പം അതാണ് അതിലൊരു വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ബ്രെയിൻ നമ്മളെ ഓർമ്മശക്തി നശിച്ചു കഴിഞ്ഞ് പിന്നെ ജീവിച്ചിട്ട് വലിയ ഗുണമില്ലല്ലോ. നമ്മളിങ്ങനെ ജീവിക്കാതല്ല കൂടെയുള്ളവർ നോക്കുക എന്നല്ലാണ്ട് ഇപ്പൊ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിലിത് ഓമന ടീച്ചർ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, ഈ പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ടല്ലോ DD എന്ന് പറഞ്ഞത്, ഡിജിറ്റലായിട്ടുള്ള നമ്മുടെ ഡിമെൻഷ്യ, അതൊരു പ്രശ്നമാണ്. ഡിമെൻഷ്യ വരുന്ന ഡിജിറ്റൽ. പിന്നെ അതുപോലെ ഡിജിറ്റലായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ്റെ ഒരു ഓവർഫ്ലോഡ് ഇൻഫർമേഷൻ, നമ്മൾ ഇഷ്ടം പോലെ ഇൻഫർമേഷൻസ് ആണ് ഇപ്പൊ നമുക്ക് ഓൾറെഡി വരുന്നത്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ആലോചിച്ച് ചിന്തിച്ച് ഈ ലോകത്തിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ നടന്ന് നമ്മുടെ മനസ്സിനെ എത്രയും കുറച്ച് ചിന്തിക്കുന്നോ, അതിലെത്ര ഫോക്കസ് ചെയ്ത് ചിന്തിക്കാൻ പറ്റുന്നോ, അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ അത് സർവീസ് ചെയ്യാൻ പറ്റുന്നോ, അത് ടീച്ച് ചെയ്യാൻ പറ്റുന്നോ, അങ്ങനെയാണ് നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് കൂട്ടാൻ പറ്റിയ ഏതെങ്കിലും ഒരു ഫീൽഡിൽ നമുക്കതൊരു ഒരു മാസ്റ്ററി അല്ലെങ്കിൽ ഒരു മാസ്റ്ററിയൊക്കെ ഒരു ഏതെങ്കിലും ഒരു ഫീൽഡിൽ വരുത്തണമെങ്കിൽ 10 വർഷത്തോളം നമ്മളത് അതിൽ തന്നെ ഇരിക്കണം. ഇപ്പൊ നമ്മൾ പലപ്പോഴും ആ ഒരു അൺകോൺഷ്യസ് ആയിട്ടുള്ള ഒരു കോമ്പിറ്റൻസ് നമ്മൾ വരുത്തണം. അപ്പൊ ഇവിടെയാണ് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതും ഈ പറഞ്ഞ ബ്രെയിനിന്റെ ഒരു കപ്പാസിറ്റി എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ്. ഹൗ ടു ലേൺ എന്നുള്ളതാണ് ഇതിന്റെ ഒരു ലേൺ ഹൗ ടു ലേൺ. അതിനാണ് ഈ ബ്രെയിനിന്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പൊ ബ്രെയിനിന്റെ ഒരു പേര് കേട്ടത് കൊണ്ടാണ് ഞാനിപ്പോ ഇന്ന് തന്നെ, പിന്നെ ഇന്ന് ഞാൻ ലീവായിരുന്നു. അപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു തരം അപ്പൊ ഇതില് അദൃശ്യമായിട്ട് ഇത് കണ്ടത് പെട്ടെന്ന് വളരെ സന്തോഷം. ഇതില് അങ്ങനെ ഒരു ഇത് പറയാൻ വേണ്ടിയിട്ട് സൗകര്യമാണ് ഈ സെഷൻ. ശരിക്കും 7 മണിക്ക് വൈകിട്ടാകുമ്പോ നമുക്ക് വേറെ പ്രശ്നങ്ങളില്ല സത്യത്തില്. അപ്പോ ഓക്കെ സാബു സാർ, നമസ്കാരം. ടീച്ചർ കൺഗ്രാജുലേഷൻ. ഇടയ്ക്കൊരു സെഷനൊക്കെ ആയിട്ട് വാ. ഞാൻ ഇടയ്ക്ക് വരാം, കുഴപ്പമില്ല. ഞാൻ ഒരു കൊല്ലം നമ്മുടെ ലൈഫ് സ്കില്ല് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ശനിയാഴ്ച കൊടുക്കുന്നുണ്ട്. ലൈഫ് സ്കില്ല് അതെയോ? എന്താ ഇഷ്ടമുള്ളത് എന്തായാലും കുഴപ്പമില്ല. ബുക്ക് റിവ്യൂ ഉണ്ട്. എന്ത് വേണം, എന്താണ് ഏരിയ എന്ന് പറഞ്ഞാൽ മതി. എന്താ അല്ല, എന്താണ് ഏരിയ ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയായിരുന്നു. ഞാനിതുപോലെ ഈ പേഴ്സണൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ പ്രൊഫഷണൽ സ്കിൽ ബിൽഡിങ് അങ്ങനെയുള്ള ഒരു ഏരിയ ആണ് കൂടുതൽ ലേണിംഗും ഡെവലപ്മെന്റ്. അത് നോക്കാം, ഒരു ദിവസം നോക്കാം. ഓക്കെ. സോ അപ്പൊ നമുക്ക് വേറെ ഇനി ആരും പറയാനില്ല. അബ്ദുൾ സാർ പറഞ്ഞില്ലല്ലോ. ശുദ്ധോൻ ഡോക്ടർ കുറച്ച് ദിവസമായിട്ട് മിണ്ടുന്നില്ല, എന്ത് പറ്റിയോ? സാറേ, ഇത് ക്ലാസ്സിന്റെ ഒരു പകുതി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഈ ഗവൺമെന്റ് വിക്ടോറിയ കോളേജിലെ NSS പ്രൊഫസർ വിളിച്ചിട്ട് അവരിവിടെ ക്യാമ്പ് വെക്കുന്നു എൻ്റെ വീടിനടുത്ത്. അപ്പോൾ അവരെന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നും പറഞ്ഞൊരു ഡിസ്കഷനിലേക്ക് ഞാനും പോയി. ഓമന ടീച്ചറിന്റെ എല്ലാം കേൾക്കാൻ കഴിയും. പക്ഷെ ഞാൻ ആദ്യത്തേതിൽ ഞാൻ ഡോൾഫിൻ ആണെന്ന് മനസ്സിലാക്കി. ഈ എന്താ പറയുക, ഇമാജിനറി ലോകത്തൊക്കെ കഴിയുകയും ഭാവന ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു ഡോൾഫിൻ ആണെന്ന്. അപ്പോൾ ടീച്ചർ പ്രസന്റ് ചെയ്ത് 13 മുതൽ 15 വരെ എനിക്ക് S ആണ്. അപ്പോൾ ഞാൻ റിയലൈസ് ചെയ്തു ഞാനൊരു ഡോൾഫിൻ ആണെന്ന്. അപ്പൊ അതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് വലിയ കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഐ ആം ട്യൂൺഡ് ലൈക്ക് ദാറ്റ്.
അതിന്റെ ഒരു രീതിയിൽ പിന്നെ ക്യുക്കായിട്ട് ചാടി ചെയ്യുന്ന സമർത്ഥനൊന്നും അല്ലാത്തത് കൊണ്ടും എല്ലാം പകുതി ഭാവനയിൽ കാണുന്നതും ഒക്കെ കൊണ്ട് പിന്നെ അങ്ങനെയാണല്ലോ ഞാൻ എന്നൊന്ന് റിയലൈസ് ചെയ്യാനായിട്ട് സഹായിച്ചു. പിന്നെ ബ്രെയിൻ ആക്റ്റീവായിട്ട് നിർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം. പൊളിറ്റീഷ്യൻസ് ഒക്കെ അവരുടെ തലച്ചോറ് ഇപ്പം അതിദ്രുതം പ്രവർത്തിക്കുന്നതും വിഡ്ഢിത്തരങ്ങളാണെങ്കിലും ചാടി വീണ് പ്രതികരിക്കുന്നതും ഒക്കെയാണല്ലോ. അപ്പൊ ആക്റ്റീവായിരിക്കുക, ധാരാളം വായിക്കുക, പിന്നെ ഈ നടപ്പ്, പിന്നെ കൂട്ടുകെട്ടുകൾ ധാരാളം ഉണ്ടാകുക, ഓർഗനൈസേഷനിൽ പ്രവർത്തിക്കുക, അതേപോലെ നല്ല സുഹൃത്തുക്കളുമായിട്ട് ചേർന്ന് പണ്ട് ആൽമരത്തിന്റെ ചോട്ടിലിരുന്ന് വെടിവെട്ടെന്ന് പോലെ വർത്താനം പറഞ്ഞിരുന്നവർക്കൊന്നും ഇപ്പൊ സുരേഷ് ഗോപി വന്ന് കലിങ്ക് ചർച്ചയൊക്കെ നടത്തി ഞങ്ങളുടെ ഇവിടൊക്കെ. അപ്പോൾ അതൊരു വലിയ ഇതായിരുന്നു. തുറന്ന് നമുക്ക് മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ നാക്കല്ലല്ലോ പ്രവർത്തിക്കുന്നത്, നമ്മുടെ ബ്രെയിനിൽ നിന്ന് അതിവേഗം നമ്മുടെ ഇമ്പൾസ് ട്രാൻസ്മിഷൻ നടക്കുന്നതുകൊണ്ടല്ലേ നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ ധാരാളം സംസാരിച്ചാൽ ബ്രെയിനിനെ ആക്റ്റീവായിട്ട് നിർത്താനൊക്കെ പറ്റും. പിന്നെ പഠന രീതി നമ്മൾ ഈ ചെറുപ്പത്തിൽ കുഞ്ഞി കാലത്തെ നമ്മൾ എടുക്കുന്നത് കാണാപ്പാഠം പഠിക്കുന്നതും പിന്നെ ചിത്രം വരച്ച് പഠിക്കുന്നതും ഒക്കെ ആയിട്ട് പഠനങ്ങൾ ഒക്കെ ഒരു അവനവന്റെ ഒരു രീതിയുണ്ട് പഠിച്ചെടുക്കുന്നതിനായിട്ട് ഒക്കെ. ഈ ചിത്രങ്ങളായിട്ടും കഥകളായിട്ടും അതേപോലെ കണക്ട് ചെയ്തിട്ടും നോട്ട്ബുക്കിൽ നിറം കൊടുത്തൊക്കെ പഠിച്ച ഒരു സ്വഭാവക്കാരനാണ് ഞാൻ. അപ്പൊ ഈ പരീക്ഷയ്ക്ക് എഴുതുമ്പോഴത്തേക്ക് നമ്മുടെ നോട്ടിലെ ആ മഞ്ഞ സ്കെച്ച് പെൻ കൊണ്ട് വരച്ച വരകൾ മനസ്സിലിങ്ങനെ തെളിഞ്ഞു വരിക, അതിവേഗത്തിൽ ചെറിയ കുറിപ്പുകൾ തയ്യാറാക്കിയിട്ട് ഈ ലോങ് ടെക്സ്റ്റുകളിലൊക്കെ ചെറിയ കുറിപ്പുകൾ തയ്യാറാക്കി ഓരോ കളർ കൊടുത്തൊക്കെ വെക്കുമ്പോഴത്തേക്ക് അങ്ങനെയൊക്കെയാണ് ഞാൻ ഇപ്പോഴും ഈ ഒരു ക്ലാസ്സിനൊക്കെ പോകുമ്പോഴത്തേക്ക് തയ്യാറെടുക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ ബ്രെയിനിനെ ആക്റ്റീവ് ആക്കി വെക്കുക. വെറുതെ ഇരുന്ന് പോയാൽ ഈ സോഷ്യൽ മീഡിയയിലെ റീൽസും കണ്ടിരുന്നാൽ തലച്ചോറ് മന്ദീഭവിച്ച് അത് പ്രവർത്തനമൊന്നും ഇല്ലാതങ്ങായി പോകും. നമുക്ക് അതുപോലെ എഴുതുന്നത് നല്ലതാണ് സാർ. ഓരോ ദിവസത്തെ ഡയറി എഴുതിയാൽ തന്നെ നമ്മുടെ ബ്രെയിൻ വളരെ മെമ്മറിയെ നമുക്ക് റിഫ്രഷ് ചെയ്ത് സൂക്ഷിക്കാൻ കഴിയും. രാവിലെ ഉണർന്ന അത് ആദ്യം ചെയ്തത് മുതൽ ഉറങ്ങുന്ന വരെയുള്ള കാര്യങ്ങളൊന്ന് ഡയറി എഴുതിയാൽ നമുക്ക് വളരെ വളരെ മെമ്മറി അങ്ങനെ ബ്രഷ് ചെയ്ത് തിളക്കി നിർത്താൻ പറ്റുമെന്നൊക്കെ എൻ്റെ അനുഭവങ്ങളാണ്. ഞാനൊന്നും വായിച്ചിട്ടോ അല്ലെങ്കിൽ ടെക്നിക്കലായിട്ട് ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടോ അല്ല, അങ്ങനെയൊക്കെ ഇരിക്കും. പിന്നെ ഈ ബ്രെയിൻ ഫുഡിന്റെ ഒക്കെ കാര്യം പറഞ്ഞാൽ അതിനെ പറ്റിയിട്ട് അത്ര വലിയൊരു അഭിപ്രായമൊന്നുമില്ല. ഫുഡൊന്നും കൊണ്ട് നമുക്ക് തലച്ചോറ് ജ്യോതിഷ് ബ്രഹ്മി കഴിച്ചാൽ ഓർമ്മശക്തി കൂട്ടുമെന്നൊന്നും സയന്റിഫിക്കലി പ്രൂവ്ഡ് അല്ല. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ആൾക്കാർ, അതേപോലെ ഉള്ള കാര്യങ്ങളും ഒക്കെ. പിന്നെ ഈ ഇമാജിനേഷൻ എപ്പോഴും നല്ലതാണ്. നമ്മുടെ ശ്രീനിവാസന്റെ സിനിമകളുടെ ഒരു സവിശേഷത ഒരുപാട് സ്വപ്ന ലോകത്ത് ഇരിക്കുന്നതും സങ്കല്പിക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പറയാനുള്ളൂ. ഈ വാർദ്ധക്യത്തിലൊക്കെ നമുക്കിതല്ലേ പറയാൻ പറ്റൂ. ഇനിയിപ്പോൾ നമ്മുടെ ബ്രെയിനിനെ മൂർച്ച കൂട്ടി ഷാർപ്പാക്കിയിട്ട് പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല. നമ്മുടെ കാര്യങ്ങൾ മറന്നു പോകാതെ ആളുകളെ തിരിച്ചറിയുന്ന ആ ഒരു സന്തോഷങ്ങളൊക്കെ ഇല്ലാതായി പോകുന്നതിനെ പറ്റി എനിക്കൊന്നും ആലോചിക്കാനേ വയ്യ, തിരിച്ചറിയാതെ പോകുന്നതിനെ പറ്റിയിട്ടൊന്നും. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് വഴുതക്കാട് എൻ്റെ അമ്മാമൻ എഞ്ചിനീയറിംഗ് കോളേജിലെ മാത്തമാറ്റിക്സ് പ്രൊഫസറായിരുന്നു. അദ്ദേഹം ആ തിരുവനന്തപുരത്തുള്ള എല്ലാ എഞ്ചിനീയർമാരെയും മാത്സ് പഠിപ്പിച്ച. കൊല്ലത്തുനിന്ന് നമ്മുടെ ISROയുടെ ഈ എഞ്ചിനീയേഴ്സൊക്കെ മാത്സ് പഠിക്കാനായിട്ട് അവിടെ പോയിരുന്നതാണ് അദ്ദേഹം. പക്ഷെ ഇപ്പോൾ ഈ പേരക്കുട്ടിയും മകളെ ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ ഇരിക്കുന്നുണ്ട് അവിടെ. തലച്ചോറ് കൊണ്ട് ഒരുപാട് കണക്കുകൾ പഠിപ്പിക്കുകയും ചെയ്യുകയും ചെയ്തിരുന്നാലും പക്ഷെ ഇരുന്നിട്ട് അദ്ദേഹം സംസാരിക്കാൻ ആരും ഇല്ലാത്തൊരവസ്ഥയിലെത്തി. അതായത് ഡയലോഗ് ആരുമായിട്ട് ഇല്ലാത്ത ഒരവസ്ഥയിലെത്തിയിട്ട് ചിന്താമഗ്നനായിട്ട് ഇരിക്കുകയും. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഭയങ്കര തലച്ചോറും ബ്രെയിനും ആയതുകൊണ്ട് പുള്ളി ആരോടും വർത്തമാനം പറയില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ അതങ്ങ് കംപ്ലീറ്റ് ഈ വൈറ്റ് മാറ്റർ ഗ്രേ മാറ്റർ ആകുകയൊക്കെ ചെയ്ത് അങ്ങ് പുള്ളിയുടെ ഓർമ്മ പാടെ വൈപ്പ് ഔട്ട് ചെയ്തു പോയി. അപ്പൊ കഴിഞ്ഞ ആഴ്ചയും മകള് പാലക്കാട് നിന്ന് ഇവിടെ ശ്രീകൃഷ്ണപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ മകള് എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപികയാണ്. അവിടെ എൻ്റെ ഭാര്യയുടെ അനിയന്റെ വൈഫും കൂടാണ്. അവരവിടെ ചെന്ന് ഇപ്പം അച്ഛനും മകളെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. കസേരയിൽ ഇരിക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഈ ശരീരത്തിന് കേടുപാടൊന്നുമില്ല. ശരീരം ഒരു നടക്കാനും സ്വന്തം കാര്യം ടോയ്ലറ്റിൽ പോകാനും ഒക്കെ ഉണ്ടെങ്കിലും ബ്രെയിൻ അത് കോർഡിനേറ്റ് ഉണ്ട് ഈ ഡെയിലി മൂവ്മെന്റ്സ്. പക്ഷെ ഓർമ്മയങ്ങ് ഫെയ്ഡ് ചെയ്തു പോയി. ഡിമെൻഷ്യ, ട്രൂ ഡിമെൻഷ്യ എന്നൊക്കെ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് സംസാരിക്കുക ധാരാളം. വൈകുന്നേരം നമ്മുടെ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് നമ്മൾ എല്ലാവരുടെ 1 മണിക്കൂർ സംസാരിക്കുന്നില്ലേ, എന്തെല്ലാം ഓർമ്മിച്ച് നമ്മൾ തിരിച്ചു പിടിക്കുന്നു. അത് ഒരു ഭയങ്കരമായ ഒരു ബ്രെയിൻ ബ്രഷിംഗ് ആണ് നമ്മൾ വൈകുന്നേരം നടത്തുന്നത്.
എൻ്റെ അഭിപ്രായത്തിൽ. പുസ്തകം ആയാലും പാട്ടായാലും സംഗീതമായാലും അതേപോലെ നമ്മുടെ ഓരോ ഇതിനെ പറ്റിയിട്ട്. അപ്പം ചങ്ങാതിമാരെല്ലാം കൂടെ തമ്മിലൊന്നും കണ്ടിട്ടില്ലെങ്കിലും നമ്മൾ ചങ്ങാത്തം കൂടി വർത്താനം പറയുന്നതും ഒക്കെ ബ്രെയിൻ്റെ നമ്മുടെ ഓർമ്മശക്തിയൊക്കെ തിരിച്ചു പിടിക്കാനായിട്ട് എന്നൊക്കെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓമന മാഡത്തിന്റെ ബാക്കി കഥയുടെ ഈ ക്ലാസ്സിന്റെ ഒരു 3/4 ഞാൻ കേട്ടു. റിമൈനിങ് 1/4 ഞാൻ ഇനി റെക്കോർഡഡ് വെർഷൻ ഇന്ന് കേട്ടുകൊള്ളാം. ഓക്കെ, താങ്ക് യു സർ. അപ്പൊ എല്ലാം കഴിഞ്ഞപ്പം ഞാനൊന്ന് ചോദിക്കട്ടെ, ഏറ്റവും നല്ല ബ്രെയിൻ ഏതാ? നല്ല ബ്രെയിൻ ദുഷ്ടചിന്തയൊന്നും ഇല്ലാത്ത ബ്രെയിനാണ് നല്ല ബ്രെയിൻ. ഈ 4 4 ഡോൾഫിൻ എന്റെ ബ്രെയിൻ തന്നെ നല്ലത്. അല്ല, അങ്ങനെ ഡോൾഫിൻ ബ്രെയിൻ മാത്രമാണ് ബാക്കി കാര്യങ്ങളൊക്കെ ആര് ചെയ്യും? അല്ല, നല്ലത് എന്ന് പറയുന്നത് ചീത്തയും വേണമല്ലോ, അതുകൊണ്ടല്ലേ അത് നമ്മൾ നല്ലതല്ലേ പറയുള്ളൂ. റിലേറ്റീവ് അല്ലേ സർ? അതിപ്പോ തീർച്ചയായും സാറിന്റെ ബ്രെയിൻ തന്നെയാണ് ഏറ്റവും നല്ലത്. ഡോക്ടറുടെ ബ്രെയിനാണ് ഏറ്റവും നല്ല ബ്രെയിൻ കേട്ടോ. എന്നെ റോയ് സാറും ഗുലാനാഥ് സാറും എല്ലാം ഒരു പരുവാക്കും. ഏറ്റവും നല്ല ബ്രെയിൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ബ്രെയിനാണ്. അതെ അതെ, നമ്മളെ ബ്രെയിനുകളെല്ലാം നല്ല പവർഫുൾ ബ്രെയിൻസ് ആണ്. കാരണം നമ്മൾ ഇങ്ങനെ ഈ പരിപാടി തന്നെ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് പഠിച്ചെടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. ഇപ്പൊ ഞാനത് തറവാണ്. അപ്പം ബ്രെയിൻ യൂസ് ചെയ്തു. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, നമ്മളിപ്പോ വീക്കായിട്ടുള്ള ആസ്പെക്റ്റില് അത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഇപ്പൊ എനിക്കൊരു ഇമാജിനേറ്റീവ് പവർ വളരെ കുറവാണ്. എനിക്ക് എത്ര വിചാരിച്ചാലും അങ്ങനെ ഇമാജിനേഷൻ അങ്ങനത്തെ ഇത് വരില്ല. പക്ഷെ എനിക്കത് ഇഷ്ടമാണ് അങ്ങനെ ഇമാജിൻ ചെയ്ത്, പക്ഷെ എനിക്കത് ആ ഒരു ഇല്ല. അപ്പൊ അങ്ങനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള നമുക്ക് ഏത് വഴിക്ക് വേണമെങ്കിലും നമ്മളെ ഇമ്പ്രൂവ് ചെയ്യാം. നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മതി, മെനക്കെട്ടാ മതി. ക്രിയേറ്റീവ് പവർ ഒരു കഥ എഴുതിയാൽ മതി മാഡം. ഒരു കഥ എഴുതി മാഡത്തിന്റെ ഒരു ഓട്ടോബയോഗ്രഫി എഴുതി നോക്കൂ. അപ്പൊ നമ്മുടെ ഇമാജിനേഷൻ വർദ്ധിച്ച് വരുന്നവരെ ജനിച്ചത് മുതൽ കഥ എഴുതാൻ നമുക്ക് ആ ഒരു ഇല്ല സാറേ. എന്ന് വെച്ചാൽ അത് ഇമാജിനേറ്റീവ് പവർ ഇല്ലാത്തതുകൊണ്ടായിരിക്കും. ഇമാജിനേഷൻ നമ്മുടെ ഓട്ടോബയോഗ്രഫി എന്ന് എഴുതി നോക്കൂ. നമ്മൾ ജനിച്ചത് പഠിച്ചത് അങ്ങനെ എഴുതി കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ തലച്ചോറിൽ ഈ അടഞ്ഞു കിടന്ന ജാലകങ്ങളൊക്കെ തനിയെ തുറക്കുകയും നമ്മൾ പണ്ടത്തെ കാര്യങ്ങൾ ഓർമ്മിച്ചെടുക്കുകയൊക്കെ ചെയ്യും. പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ച് പറയണമെന്ന്. ഇതാണ് മാഡം ആദ്യം വേണ്ടത്. ഇതാണ്, എനിക്കില്ല എന്ന് വിചാരിക്കരുത്. ഐ ക്യാൻ. ഇതില് സാറ് പറഞ്ഞ പോലെ ഓട്ടോഗ്രാഫി മുഴുവൻ ഇന്നത്തെ കഥ എഴുതിയാലും മതി. ഇന്നെന്താ നടന്ന അല്ലെങ്കിൽ ഇന്നലെ എന്താ നടന്നതെന്ന് നമ്മൾ ആലോചിച്ച് എഴുതുകയാണെങ്കിൽ തന്നെ ഒരു വർക്ക് വരും അവിടെ. അതല്ല മാഡം ബയോഗ്രഫി എഴുതിക്കോട്ടെ. ചെറുപ്പത്തിലെയൊക്കെ എഴുതുമ്പോൾ കുറച്ചുകൂടെ സന്തോഷം കിട്ടും. ചെറിയ കാര്യങ്ങളാണ് ഞാൻ ചെയ്യും, അല്ലെങ്കിൽ ചെയ്യില്ല. മാഡം ആ ഒരു വഴിക്കോട്ടെ നമുക്ക് ആ ഒരു ചിന്ത അത് നമുക്ക് ഒരു താല്പര്യമില്ല. അതുകൊണ്ടായിരിക്കാം, ഇമാജിനറി പവർ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം അങ്ങനെ എഴുതുന്നത്. ഇല്ലാത്തതുകൊണ്ടല്ല, മാഡം ഇല്ല എന്ന് വിചാരിക്കുന്നതാണ്. ശരി, ഓക്കെ. യു ക്യാൻ എന്നാണ് അതിന്റെ പ്രത്യേകിച്ച് ആ റൈറ്റ് സൈഡിലായിട്ട് ഇഷ്ടം പോലെ ഉണ്ട്. ശരി, ഓക്കെ. ഞങ്ങൾ ഇമാജിൻ ചെയ്തോ? ശരി, ഓക്കെ. ഓക്കെ, സരസ്വതി മാം മാത്രം പറഞ്ഞില്ല. ഞാൻ അവസാനമാണ് സാറേ കയറിയത്. ഞാൻ കേട്ടില്ല, ക്ലാസ് കേട്ടില്ല. ഞങ്ങള് സംസാരിക്കുന്നത് കേട്ടില്ലേ? അത് കേട്ടു. ഓക്കെ, അപ്പൊ താങ്ക് യു. ഓക്കെ, ഓമന ടീച്ചർ, പുതിയ വിഷയം വീണ്ടും നമുക്ക് കാണാം. രമാദേവി മാം പറഞ്ഞായിരുന്നു. വിനോദ് പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പൊ റോയ് സാർ, എനിക്ക് സാറിന്റെ ലൊക്കേഷൻ ഒന്ന് ഇടണേ. ഓക്കെ, അപ്പൊ സീ യു ആൻഡ് ഗുഡ് നൈറ്റ്. സീ യു, ബൈ. താങ്ക് യു. നാളെ നമുക്ക് ക്രിസ്മസ് പാട്ടുകളാണ് കേട്ടോ, മറന്നു പോരുത്. എല്ലാവരും വരണം ക്രിസ്മസ് പാടാൻ. ഓക്കെ, സീ യു.